മക്കളെ 10th GIB എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു നീറ്റ് നിലവാരത്തിൽ നോക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ, നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഫിസിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ദെൻ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓരോ മോക്ക് എക്സാം എഴുതുകളും ഫുൾ ടോപ്പിക് മോക്ക് എക്സാം എഴുതുമ്പോഴും മോക്ക് എക്സാം എഴുതിയിട്ടാണ് നമ്മൾ കുറേ പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ ഓരോ മോക്ക് എക്സാം എഴുതുമ്പോഴും 200 കോൺസെപ്റ്റാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്, പഠിക്കുന്നത്. അങ്ങനെ 10 മോക്ക് കഴിയുമ്പോഴേക്കിനും 2000 കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നീറ്റിന് വരാനില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ വീഡിയോ കാണുമ്പോഴും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ടുള്ള നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പഠിച്ചേക്കുക, നോട്ട് ചെയ്ത് വെക്കുക, അടുത്ത എക്സാം ചെയ്യുക. അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവാം, നമുക്ക് പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് അല്ല. സാധാരണ ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് ആണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ സെയിം ആണ്. കാരണം ഇവിടെ 2/10 1/5 ആണ്. അപ്പോൾ ഇവിടെയും റേഷ്യോ 1/5 മെയിൻറ്റെയിൻ ചെയ്താൽ ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ്. നടുക്കുള്ള റെസിസ്റ്റൻസിലൂടെ കറണ്ട് പോകില്ല. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇത് രണ്ടും സീരീസ്, അവ രണ്ടും പാരലൽ. അതാണ് സാധാരണ നീറ്റിന് വരിക. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സപ്പോസ് ഒരു ബി പാർട്ടിലേക്കൊക്കെ ചോദിച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ല കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അങ്ങനെ ബാലൻസ്ഡ് അല്ലാതെ ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി അത് പഠിച്ചു വെച്ചേക്കാം. ഇവിടെ ഒരു പ്രത്യേകതയും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണലി ഓപ്പോസിറ്റ്, അതായത് ഈ 2ൻ്റെ ഓപ്പോസിറ്റുള്ള റെസിസ്റ്റൻസ് സെയിം ആണ്. ഇവിടെ 10 ഇവിടെ 10. അങ്ങനെ വരുമ്പോൾ കുറേ കൂടി ഈസിയാണത്. ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. നോക്ക്, അൺബാലൻസ്ഡ് ആയിട്ട് ഡയഗണൽ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസുകൾ ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കിർച്ചോഫ്സ് ലോ ആണ് നമ്മളെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് യൂസ് ചെയ്താൽ ഫൈനലി കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതങ്ങ് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, റെയറാണ്, ചോദിച്ചാൽ എന്ന് മാത്രം. അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയ്ക്ക് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നോക്കൂ, ഈ റെസിസ്റ്റൻസിനെ ഞാൻ R1 എഴുതി, ഈ റെസിസ്റ്റൻസിനെ ഞാൻ R2 എഴുതി. അപ്പോൾ R1 എത്ര? 2 ohm. അതേ 2 ohm തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ അതും ഞാൻ R1 എഴുതി. ഇവിടെ 10 ആണ്, അതിൻ്റെ അതേ വാല്യൂ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഞാൻ അതിനെയും R2 എഴുതി. നടുക്കുള്ള റെസിസ്റ്റൻസ് എത്രയായാലും പ്രശ്നമില്ല, R3. അത് 2 ആയതുകൊണ്ടാണ് ഇത് ഞാനിപ്പം എഴുതാൻ പോകുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇത് 2 ആണ്, ഇവിടെയും 2 തന്നെയാണ്. അതിപ്പോൾ ഈ നടുക്കുള്ള റെസിസ്റ്റൻസ് 3 ആയാലും 4 ആയാലും എത്രയായാലും ഞാൻ എഴുതാൻ പോകുന്ന ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഈക്വൽ ആവുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2 കോമൺ ആണ്, 2 ന്യൂമറിക്കൽ വാല്യൂ 2 ഈ 2 ഇവിടെ 2 ആയതോ ഇത് 2, അതൊന്നും ഒരു ബന്ധവുമില്ല. ഇത് ജനറലി 2 R1 R2 പ്ലസ് R1 പ്ലസ് നടുക്കുള്ള റെസിസ്റ്റൻസ് R3, ബ്രിഡ്ജ് റെസിസ്റ്റൻസ് R3 R1 പ്ലസ് R2 ഹോൾ ഡിവൈഡഡ് ബൈ സിമിലർലി 2 ബ്രിഡ്ജ് റെസിസ്റ്റൻസ് R3 പ്ലസ് R1 പ്ലസ് R2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 R1 R2 2 into 10 plus R3 2 R1 plus R2, that is 2 plus 10, that is 12. ഞാൻ ബ്രാക്കറ്റ് ഇടുന്നില്ല. into 12 divided by 2 R3 is 2 plus R1 plus R2, that is 12. അപ്പോൾ 2 2 4 10 40 plus 24 divided by 2 2 4 plus 12 16. That is equal to 40 plus 24 64 divided by 16, that is equal to 4 ohm. So that is option 3 is the right answer. Clear ആണോ? So please note it. ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് പഠിച്ചു വെച്ചാൽ മതി. അഥവാ ബി പാർട്ടിലൊക്കെ ഈ രൂപത്തിൽ അൺബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഈക്വൽ ആവുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. എൻ അമ്മീറ്റർ സെറ്റപ്പ് up to 1 ആംപിയർ കറണ്ട്. ഒരു അമ്മീറ്റർ സെറ്റപ്പ്, അതിൽ 1 ആംപിയർ കറണ്ട് വരെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് 0.81. ടു ഇൻക്രീസ് ദ റേഞ്ച് ടു 10 ആംപിയർ ദ വാല്യൂ ഓഫ് ഷണ്ട് ഈസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് G, അതിനോട് ഷണ്ട് കണക്ട് ചെയ്യുന്നു. ഗാലനോമീറ്ററിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം കറണ്ട് IG ആണ്. എക്സ്റ്റേണലി നമ്മൾ കറണ്ട്, അതായത് മെഷർ ചെയ്യേണ്ട കറണ്ട് നമുക്ക് കൂട്ടണം. അതായത് IG കറണ്ട് മാത്രമേ അവിടെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ കറണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ, കൂടുതൽ കറണ്ട് ഈ സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ IG അതിലേക്ക് പോകും, ബാക്കി വരുന്ന അമിതമായ കറണ്ട് ഷണ്ടിലൂടെ കടന്നു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? IG into G ഡിവൈഡഡ് ബൈ I minus IG. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ കറണ്ട് 10 ആംപിയർ വരെ ആ അമ്മീറ്ററിലൂടെ കടന്നു പോകാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് ആ അമ്മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ കൺവേർഷൻ്റെ ഇതിൽ പഠിച്ച ഗാലനോമീറ്ററാണ്.
ഓക്കെ, അപ്പോൾ 1 ആംപിയർ അതിലൂടെ ആദ്യം കടന്നു പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ചെറിയ കറണ്ട് അതായിരിക്കും IG, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതായത് ഈ 1 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, 1 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന അമ്മീറ്റർ എന്ന് പറയുന്നത് ഗാലറോമീറ്റർ ആണ് കൺസിഡർ. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഗാലറോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് G ഈസ് ഈക്വൽ ടു 0.81. നമുക്കൊരു കാര്യം ചെയ്യാം, 81 × 10⁻⁻1 എഴുതാം, 81 × 10⁻⁻2 എഴുതാം. ടു ഇൻക്രീസ് ദ റേഞ്ച് ടു 10, അപ്പോൾ അത് കൂട്ടിയിട്ട് എത്ര മെഷർ ചെയ്യണം? 10 മെഷർ ചെയ്യണം. ദ ഷണ്ട് റിക്വയർഡ്, അപ്പോൾ ഷണ്ട് ഇസ് ഈക്വൽ ടു IG 1 × G 81 × 10⁻⁻2 ഡിവൈഡഡ് ബൈ I മൈനസ് IG, ദാറ്റ് ഇസ് 10 - 1, ദാറ്റ് ഇസ് ഈക്വൽ ടു 81 × 10⁻⁻2 ഡിവൈഡഡ് ബൈ 9. ഇത് കട്ട് ചെയ്താൽ നമുക്ക് 9 × 10⁻⁻2 എന്ന് കിട്ടും. സോ ഷണ്ട് ഇസ് ഈക്വൽ ടു 9 × 10⁻⁻1, that 10⁻⁻2, that is 0.09. So question number 2, option 4 is the right answer. Question number 3. In the arrangement of 3 bulb, 50 watt, 100 volt each are shown in figure. The power consumption is, power consumption നമ്മൾ എഫക്റ്റീവ് പവർ ആണ് കാണേണ്ടത്. അപ്പോൾ അവിടെ ബൾബുകളുടെ, അതായത് പവറുകളുടെ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മൾ ബൾബിൻ്റെ സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് പവർ വരുന്നത് എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് പവർ എത്ര വരിക? 1/P effective is equal to 1/P1 plus 1/P2. ഇതാണ് സീരീസിൽ എഫക്റ്റീവ് പവർ വരിക. റെസിസ്റ്റൻസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ ഈ 50യും സീരീസ് ആയിട്ട് വരുമ്പോൾ P effective is equal to 6 സീരീസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ R1 + R2 ആണ്. പവർ സീരീസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ 1/P is equal to 1/P1 plus 1/P2 ആണ്. സോ 1/50 plus 1/50 എന്ന് പറയുമ്പോൾ 2/50 എന്ന് വരും. തിരിച്ചിട്ടാൽ 50/2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് 25 ആയി. ഈ 25ഉം ഈ 50യും പാരലാണ്. പാരലൽ ആവുന്ന സമയത്ത് എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു P1 plus P2 ആണ്. അപ്പോൾ അത് 25 plus 50 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 75. ശരിയല്ലേ? 75, that is option 4 is the right answer. Question number 3, option 4 is the right answer. Fourth question. An electron is traveling horizontally to west to east direction. North, south, west, ഈസ്റ്റ്. ഓക്കെ, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഇത് നമ്മൾ നോർത്ത് മുന്നിൽ, സൗത്ത് പുറകിൽ, ഈസ്റ്റ് വെസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് സൈഡിലാണ്. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അപ്വേർഡും താഴ്ഭാഗത്തേക്ക് ഡൗൺവേർഡും ആ രൂപത്തിലാണ് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ക്ലാസ് കാണുന്ന വെർട്ടിക്കൽ പ്ലെയിനിലാവുമ്പോൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ വെർട്ടിക്കലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നോർത്ത് ആകാശത്ത്, സൗത്ത് അങ്ങനല്ല, നമ്മൾ ഇങ്ങനെ വേണം പിടിക്കാൻ. നോർത്ത് മുന്നിൽ, സൗത്ത് ബാക്കിൽ, ഈസ്റ്റ് വെസ്റ്റ് ആ രൂപത്തിലാണ്. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇലക്ട്രോൺ ഇസ് മൂവിങ് ഹൊറിസോണ്ടലി ടുവേർഡ്സ് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്താൽ അത് കാരണമുള്ള കറണ്ട് ഉണ്ടാവുക വെസ്റ്റിലേക്കായിരിക്കും. കറണ്ട് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ബിക്കോസ് കറണ്ട് ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ്, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കറണ്ട് ഉണ്ടാവുക. ശരിയല്ലേ? ഇനി മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി ഡൗൺ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി ഡൗൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ചു വെച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് സൗത്തിലേക്ക് പോകുന്നതായിട്ടാണ് വരിക. ശരിയല്ലേ? അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതായത് നിങ്ങൾ പേപ്പറിൽ വരച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത് എങ്കിൽ പേപ്പറിൽ വരച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എവിടെ വെച്ചിട്ടാണോ ഈ ക്ലാസ് കാണുന്നത് അവിടെ ആ ടേബിളിൻ്റെ മുകളിൽ ഒരു പേപ്പർ അല്ലെങ്കിൽ ബുക്ക് തുറന്നു നോക്കുക. അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. എന്നിട്ട് നിങ്ങൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ വരച്ച് നോക്കൂ. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. നോർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹൊറിസോണ്ടലി ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ച ഷീറ്റിൽ നോർത്ത് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഭാഗത്തേക്കാണ് നോർത്ത് വരിക. നിങ്ങളെ ഭാഗത്തേക്കാണ്, നിങ്ങളെ പുറകിലേക്കായിട്ടാണ് സൗത്ത് വരിക. വെസ്റ്റും ഈസ്റ്റും ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? നിങ്ങൾ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ അടിയിലേക്ക്. ശരിയല്ലേ? ഞാൻ പറയുന്നത് കണക്റ്റ് ആവുന്നുണ്ടോ? ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ അടിയിലേക്ക്. അപ്വേർഡ് എങ്ങോട്ടേക്കായിരിക്കും? ബുക്കിൽ നിന്ന് പുറത്തേക്ക്. ശരിയല്ലേ? അപ്പോൾ ഈ ടാബിലാണ് ഞാൻ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എഴുതിയത്. നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. അപ്പോൾ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ, അപ്വേർഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ. അപ്പോൾ ഡൗൺവേർഡ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ അകത്തേക്കാണ്. സോ ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡൗൺവേർഡ് ആയിട്ട് വരും. ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. വെർട്ടിക്കലി ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ
ഈ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ്റെ അകത്തേക്കെന്നാണ്, ദാറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വേണം. ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ചൂണ്ട് വിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നിങ്ങളെ പേപ്പറിലേക്ക് കുത്തിപ്പിടിക്കണം. കറണ്ടിൻ്റെ ഡയറക്ഷൻ മിഡിൽ ഫിംഗർ വെച്ച് പിടിച്ചാൽ തമ്പ് താഴോട്ടേക്ക് എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ പേപ്പറിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് വരിക. എഫ് വിൽ ബി സൗത്ത് ഡയറക്ഷൻ. അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ സൗത്തിൻ്റെ ഡയറക്ഷൻ അല്ല, ഇതാ താഴോട്ടേക്ക് എന്ന് പറഞ്ഞാൽ സൗത്തിൻ്റെ ഡയറക്ഷനാണ്. സോ ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് സൗത്ത്, ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കരുത്, ഞാൻ പറയുന്നത് പോലെ പേപ്പറിൽ വരച്ച് നോക്കിയിട്ട് ചെയ്ത് മനസ്സിലാക്കണം. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റൻ ആണ്. നന്നായി ഡയറക്ഷൻ നോക്കാൻ അറിഞ്ഞ് മാത്രമേ ഇതിന് ആൻസർ കിട്ടുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കാണാം, ഒന്നും കൂടെ പേപ്പറിൽ വരച്ച് നോക്കുക. ഓക്കെ, ഇത് സെറ്റാണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വെറ്റബിലിറ്റി ഓഫ് എ സർഫസ് ബൈ എ ലിക്വിഡ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ. വെറ്റബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാ? നോക്കൂ, ഇങ്ങനെയാണ് ഒരു സർഫസിൽ ഒരു ഡ്രോപ്ലെറ്റ്, വാട്ടർ ഡ്രോപ്ലെറ്റ് നിൽക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെറ്റായിട്ടില്ല, സർഫസിൽ വെറ്റായിട്ടില്ല. ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അത് വെറ്റായിട്ടുണ്ട്, ഇങ്ങനെ. അപ്പോൾ ഇത് വെറ്റാവാത്ത ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണ് സർഫസിൽ നിൽക്കുന്നത്. ഇത് വെറ്റായിട്ടുണ്ട്, സർഫസിലേക്ക് പരന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ആംഗിൾ ഓഫ് കോണ്ടാക്ട് വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ 90. ഇനി ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കുമ്പോൾ ദിസ് ഇസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ഇറ്റ് വിൽ ബി ലെസ് ദാൻ 90. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90നേക്കാൾ കുറവാണെങ്കിൽ സർഫസിൽ വെറ്റ് ചെയ്തു എന്ന് പറയാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ സർഫസിൽ വെറ്റ് ചെയ്യില്ല എന്ന് പറയാം. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ലിക്വിഡ്, ഇറ്റ് വിൽ ഡിസൈഡ് ദ വെറ്റബിലിറ്റി. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2 is the right answer. Question number 5, option 2. Question number 6. Which of the following device the eddy current effect is not used? ഇലക്ട്രിക് ഹീറ്റർ എഡ്ഡി കറണ്ട്, ഇലക്ട്രിക് ഹീറ്റർ അല്ല, ഇൻഡക്ഷൻ ഫേർണസ് എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഇൻ ട്രെയിൻ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്പീഡോമീറ്റർ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഹീറ്റർ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ദാറ്റ് H=I²RT. ജൂൾസ് ലോ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റൻ നമ്പർ 6, ഓപ്ഷൻ 1 ഇസ് ദ ആൻസർ. എഡ്ഡി കറണ്ട് യൂസ് ചെയ്യാത്ത ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഹീറ്റർ ആണ്. 6, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. 7. ബൾക്ക് മോഡുലസ് ഓഫ് എ സ്പെറിക്കൽ ഒബ്ജക്റ്റ് B. If it is subjected to a uniform pressure P, the fractional decrease in its radius എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ ഡെൽറ്റ V. അപ്പോൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ V/V എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസ് ആണ്. വോളിയം ഈസ് ഈക്വൽ ടു സ്ഫിയർ ആയതുകൊണ്ട് 4/3 πr³. അപ്പോൾ ഡെൽറ്റ V/V ഈസ് ഈക്വൽ ടു, ഇവിടെ വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു റേഡിയസ് റേസ് ടു 3 അല്ലേ. അപ്പോൾ പവർ 3 ആണ് വരുന്നത്. അതുകൊണ്ട് ഡെൽറ്റ V/V ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ R/R. കറക്റ്റ് അല്ലേ? അപ്പോൾ ഡെൽറ്റ V/Vക്ക് പകരം നമുക്ക് 3 ഇൻറ്റു ഡെൽറ്റ R/R യൂസ് ചെയ്യാം. ഈ ഡെൽറ്റ V/ക്ക് പകരം 3 ഇൻറ്റു ഡെൽറ്റ R/R, ദാറ്റ് ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസ്. അപ്പോൾ ഡെൽറ്റ R/R ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റേഡിയസ് ഇസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ, ഈ 3 അങ്ങോട്ടേക്ക് പോയാൽ 3 ഡിനോമിനേറ്ററിലേക്ക് വരും, 3 ഇൻറ്റു ബൾക്ക് മോഡുലസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 is the right answer. Question number 7, option 3 is the right answer. Question number 8. The electric field of an electromagnetic wave propagated in a medium is represented by electric field in the equation 2.5 Newton per coulomb cos 2 pi into 10 raised to 60 minus pi/2 into 10 raised to minus 2 x. ഓക്കെ, അപ്പോൾ കെൻ്റെ കൂടെ വരുന്ന എക്സിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യൻ്റ് ആണ് വേവ് നമ്പർ കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആണ്, എക്സ് വിച്ച് മീൻസ് വേവ് പോകുന്നത് എക്സ് ഡയറക്ഷനിലാണ്. ഇവിടെ ഒമേഗ ടിയുടെയും കെ എക്സിൻ്റെ ഇടയിൽ വരുന്ന സിമ്പിൾ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് വേവ് പോകുന്നത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നത്. അപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് വേവ് പോകുന്നത്. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ആ 2 ഓപ്ഷനിലും ഫ്രീക്വൻസിയും സെയിം ആണ്. അപ്പോൾ ഫ്രീക്വൻസിയും ചെക്ക് ചെയ്ത് നോക്കണ്ട. പക്ഷേ ഒരു ഓപ്ഷനിൽ വേവ് ലെങ്ത് 400 ആണ്, ഒരു ഓപ്ഷനിൽ വേവ് ലെങ്ത് 200 ആണ്. അപ്പോൾ വേവ് പോകുന്ന നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് നമുക്ക് മനസ്സിലായി. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കുമ്പോൾ 2 ഉണ്ട്. അപ്പോൾ അതിൽ ഫ്രീക്വൻസി സിമിലർ ആണ്. അപ്പോൾ ഫ്രീക്വൻസി ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും 10⁻⁷ കിട്ടുള്ളൂ. പിന്നെ വേവ് ലെങ്ത്തിലാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ വേവ് ലെങ്ത് ചെക്ക് ചെയ്ത് നോക്കുക. വേവ് ലെങ്ത് ചെക്ക് ചെയ്യാൻ 2π/λ വേവ് നമ്പർ എന്ന് പറയുന്ന കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എക്സിൻ്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് π/2 ഇൻറ്റു 10 raised to -2. അപ്പോൾ 2π/λ ഈസ് ഈക്വൽ ടു π/2 ഇൻറ്റു 10 raised to -2. പൈയും ക്യാൻസലായി, 2 ഇങ്ങോട്ടേക്ക് പോവും, ലാംഡ അങ്ങോട്ടേക്ക് പോവും. സോ 4 ഈസ് ഈക്വൽ ടു ലാംഡ. 10 raised to -2 താഴേക്ക് വരുമ്പോൾ അത് 10 raised to -2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലാവും. അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10 raised to +2 ആവും. അപ്പോൾ 400 ഈസ് ഈക്വൽ ടു ലാംഡ. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 8, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.
Question number 9. The power of biconvex lens is 10 diopter. The radius of curvature is 10 centimeter. Then the refractive index of the material of the lenses. നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ഓഫ് ബൈക്കോൺവെക്സ് ലെൻസ്. ബൈക്കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കേർവ്ഡ് ആണ്, രണ്ട് സൈഡിനും ഒരേ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. കാരണം ഒറ്റ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ, 10 സെൻറ്റിമീറ്റർ. ബൈക്കോൺവെക്സിൻ്റെ റേഡിയസ് ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n-1. അപ്പോൾ ഇവിടെ പവർ 10 ഡയോപ്റ്റർ ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്ര ആയിരിക്കും? ഫോക്കൽ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100 ഡിവൈഡഡ് ബൈ പവർ ഇൻ ഡയോപ്റ്റർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ പവർ 10 ഡയോപ്റ്റർ ആണ്. അപ്പോൾ 0 ക്യാൻസൽ ചെയ്തു, ഫോക്കൽ ലെങ്ത് നമുക്ക് 10 ഇറ്റ് സെൽഫ് കിട്ടി. നമുക്ക് വാല്യൂസ് ഒക്കെ എളുപ്പമായി. അപ്പോൾ ഫോക്കൽ ലെങ്ത് ആയ 10 ഇസ് ഈക്വൽ ടു റേഡിയസ് ആയ 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്, 2 ഇൻറ്റു n-1. ഈ 10ഉം കട്ട് ചെയ്താൽ 1 പോവും. ഈ 2 ഇങ്ങോട്ടേക്ക് വന്നാൽ 2 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ n-1 എന്ന് വരും. തിരിച്ചിട്ട് കഴിഞ്ഞാൽ n-1 ഇസ് ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പോൾ n ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് 1. 1ഉം അരയും 1.5 എന്ന് പറഞ്ഞാൽ 3/2. That is option 1 is the right answer. Question number 9, option 1 is the right answer. Question number 10. Water rises to a height of h in a capillary tube if the length of the capillary tube above the surface of water is made lesser than h. Then എന്താ സംഭവിക്കാന്നുണ്ട്? I repeat, ഒരു കാപ്പിലറി ട്യൂബ് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചപ്പം പ്രഷർ ഡിഫറൻസ് കാരണം കാപ്പിലറി റൈസ് സംഭവിച്ചു. h ഹൈറ്റ് വരെ വെള്ളം റൈസ് ആയി. അതിനേക്കാൾ കൂടുതൽ ട്യൂബിന് വെള്ളത്തിൻ്റെ സർഫസിന് പുറത്തേക്ക് ഉയരം വേണം. ട്യൂബ് ഇത്രയും ഉയരം വേണം. ആ എച്ചിനേക്കാൾ കൂടുതൽ ഉയരമുള്ള ട്യൂബ് ഉണ്ട്. അപ്പോൾ h ഹൈറ്റ് വെള്ളം മുകളിലേക്ക് റൈസ് ആയി. ബാക്കി ഇവിടെ എംപ്റ്റി സ്പേസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നിൽക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്താൽ അറിയോ? വാട്ടർ റൈസ് ടു എ ഹൈറ്റ് h, ആ h ആണ് ഇവിടെ മാർക്ക് ചെയ്തത് ഇൻ ദ കാപ്പിലറി ട്യൂബ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ കാപ്പിലറി ട്യൂബ് എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ, അതായത് ഇത്രയാണ് എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ ലെങ്ത് ഓഫ് ദ കാപ്പിലറി ട്യൂബ്. അത് മെയ്ഡ് ഡിക്രീസസ്, അത് കുറച്ചു. മെയ്ഡ് ലെസ്, എത്രയിനേക്കാൾ കുറച്ചു? എച്ചിനേക്കാൾ കുറച്ചു. എച്ചിനേക്കാൾ കുറച്ച് പറഞ്ഞാൽ വെള്ളം പൊങ്ങി നിൽക്കുന്ന ഹൈറ്റില്ലേ, അതിനേക്കാൾ കുറച്ചു. അതിനേക്കാൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാനത് കുറയ്ക്കുന്നത് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ലെങ്ത് ഇങ്ങനെ കുറച്ചു ഇത്രയാക്കി. ഇനീഷ്യലി ഇറ്റ് ഈസ് L, നൗ ഇറ്റ് ഈസ് റെഡ്യൂസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് H. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ ചിന്ത എങ്ങോട്ടാണ് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വെള്ളം ഉണ്ടല്ലോ, അത്രയും വെള്ളം അവിടെ നിൽക്കാൻ പറ്റുന്നത് അത്രയും ഹൈറ്റിൽ ട്യൂബ് ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പുറത്തേക്ക് പൊങ്ങി നിൽക്കുന്ന ട്യൂബ് ആ വെള്ളം റൈസായ ഹൈറ്റില്ലേ അതിനേക്കാൾ കുറച്ച് കഴിഞ്ഞു. ഇത്രയേക്കാൾ കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷനിൽ വരുന്ന വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ആകും എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെ ആവില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ വരിക water rise up to the capillary tube and stay without overflowing. ഇതാണ് ആൻസർ വരിക. അതായത് നിങ്ങൾ ഹൈറ്റ് കുറച്ചു. ഇനീഷ്യലി വാട്ടർ h ഹൈറ്റ് റൈസ് ആയില്ലേ, ആ h ഹൈറ്റ് റൈസ് ആയപ്പം ഇത്രയും വെള്ളമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലെങ്ത്ത് കുറച്ച് ഈ എച്ചിനേക്കാൾ ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് ഫാളാവും. ഫാളായിട്ട് എന്താണെന്ന് വെച്ചാൽ എത്ര വരെ പുറത്തേക്ക് ട്യൂബിന് ഹൈറ്റ് ഉണ്ടോ അത്രയും ഹൈറ്റ് വെള്ളം അത്രയും ഹൈറ്റിലേക്ക് കാപ്പിലറി റൈസ് റെഡ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ തന്നെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിലറി ഹൈറ്റിൻ്റെ ഇക്വേഷൻ h ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ r ഇൻറ്റു ρg. ഈ r എന്ന് പറയുന്നത് ഈ മെനസ്കസ് ഇല്ലേ, അതായത് കാപ്പിലറി റൈസ് സംഭവിക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം നിൽക്കുന്നത് ഈ രൂപത്തിലാണ്. ഇങ്ങനൊരു മെനസ്കസ് ഫോം ചെയ്യുന്നുണ്ട്, ലൈക്ക് ദിസ്. ഇങ്ങനൊരു മെനസ്കസ് നിൽക്കുന്നുണ്ട്. ഈ മെനസ്കസ് ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്. ഇങ്ങനൊരു സ്പെറിക്കൽ ഷേപ്പിലാണ് ഈ മെനസ്കസ് നിൽക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് ആണ് R. ഓക്കെ, ഇനി ഈ ട്യൂബിനൊരു റേഡിയസ് ഉണ്ട്. ആ ട്യൂബിൻ്റെ റേഡിയസിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ക്യാപിറ്റൽ R is equal to സ്മോൾ ലെറ്റർ r cos θ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ r ഡിവൈഡഡ് ബൈ cos θ ആണ്. cos θ മുകളിലേക്ക് പോയിട്ടാണ് ട്യൂബിൻ്റെ റേഡിയസിൽ നമുക്ക് കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ മെനസ്കസിൻ്റെ റേഡിയസിൽ കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷനാണ് 2s ഡിവൈഡഡ് ബൈ r ρg. ഈ r അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, മെനസ്കസിൻ്റെ റേഡിയസിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ h ഇൻറ്റു r is equal to 2s ഡിവൈഡഡ് ബൈ ρg. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. സർഫസ് ടെൻഷനും ഡെൻസിറ്റിയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ
എച്ച് ഇൻറ്റു ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എച്ച് ഇൻറ്റു ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ എച്ച് കുറയുന്നതിനനുസരിച്ച് മെനസ്കസിൻ്റെ റേഡിയസ് കൂടും. അപ്പോൾ ഇനീഷ്യലി മെനസ്കസ് ഇങ്ങനെയായിരുന്നു നിന്നത്. ഓക്കെ, ഇനീഷ്യലി മെനസ്കസ് ഇങ്ങനെയായിരുന്നു നിന്നത്. അപ്പോൾ ക്യാപ്പിലറി റൈസ് ഇത് താഴേക്ക് കുറയുന്ന സമയത്ത് മെനസ്കസിൻ്റെ റേഡിയസ് മാറും. മെനസ്കസിൻ്റെ റേഡിയസ് കുറച്ച് കൂടും. മെനസ്കസിൻ്റെ റേഡിയസ് കൂടും. കാരണം എച്ച് കുറയുമ്പോൾ മെനസ്കസിൻ്റെ റേഡിയസ് കൂടും. റേഡിയസ് കൂടുക എന്ന് പറഞ്ഞാൽ ആ മെനസ്കസ് വളഞ്ഞു നിൽക്കുമ്പോൾ റേഡിയസ് കുറവാണ്. അതായത് ഇങ്ങനൊരു സ്ഫിയർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ റേഡിയസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കർവേച്ചർ നോക്കുക, ഇത്രയും കർവേച്ചർ ഉണ്ട്. കുറച്ചും കൂടെ വലിയ സ്ഫിയർ ആവുന്ന സമയത്ത് റേഡിയസ് കൂടും, അപ്പോൾ കർവേച്ചർ കുറയും. അപ്പോൾ റേഡിയസ് കൂടുക എന്ന് പറയുന്നത് കർവേച്ചർ കുറയുക എന്നാണ് അർത്ഥം. അപ്പം കർവേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ മെനസ്കസ് ഒന്നും കൂടെ പരന്നതാവും. അങ്ങനെ അത് അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു ആർ ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എച്ച് കുറയുന്നതിനനുസരിച്ച് ആറ് കൂടിയിട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ആവും. ഓക്കെ, ഓവർഫ്ലോ ആവില്ല. അപ്പോൾ അത് ആ കൺസെപ്റ്റ് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഇതേപോലത്തെ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. നിങ്ങൾ ക്യാപ്പിലറി റൈസിൽ ട്യൂബിൻ്റെ ഹൈറ്റ് കുറയ്ക്കുമ്പോൾ ക്യാപ്പിലറി ആ ലിക്വിഡ് ഉണ്ടല്ലോ അതും കുറഞ്ഞ് അഡ്ജസ്റ്റ് ആവും, ഓവർഫ്ലോ ആവില്ല എന്ന്. അതായത് നിങ്ങൾ ഇവിടെ വെച്ച് ഇത്ര പൈപ്പ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തുള്ള വെള്ളം ഓവർഫ്ലോ ആവില്ല. ഇവിടെ വെച്ച് ഇത്ര വരെ പൈപ്പ് ഉള്ളൂ എങ്കിൽ, ഇത്ര വരെ ട്യൂബ് ഉള്ളൂ എങ്കിൽ ഈ ഭാഗത്തുള്ള ഫ്ലൂയിഡ് താഴേക്ക് ഇറങ്ങിയിട്ട് അത് കറക്റ്റ് എത്രയാണോ ഹൈറ്റ് അതിനനുസരിച്ച് ലെവലായിട്ട് നിൽക്കും. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11. 2 plane mirrors are inclined at an angle of 70 degree. The ray incident on one mirror at an angle theta. It is reflection falls on the second mirror and reflected from there parallel to the first mirror. The value of theta is, value of theta എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിററുകൾക്കിടയിലുള്ള ആംഗിൾ 70 ഡിഗ്രി ആണ്. ശ്രദ്ധിച്ച് നോക്കുക. ഈ ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, അവിടെ നമുക്കൊരു നോർമൽ വരയ്ക്കാം. ഓക്കെ, ചെരിഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു നോർമൽ വരയ്ക്കാം. ഓക്കെ, ഈ സെക്കൻഡ് മിററിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്ത ലൈറ്റ് ഫൈനലി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അത് ഫസ്റ്റ് മിററിന് പാരലലാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് മിററിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റും ഇതാണ് ഫസ്റ്റ് മിറർ, ഈ മിററും പാരലലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇത് 70 ആണ്. ഇത് 70 ആണെങ്കിൽ ഈ മിററും ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് 70 ആയിരിക്കും ബൈ ജോമെട്രി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് 90 ആണ്. കാരണം ദിസ് ഇസ് നോർമൽ. മിററിന് നോർമൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണിത്. മിററിന് നോർമൽ. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതായിരിക്കും. ഇത് നോർമലായിട്ട് നിലനിൽക്കണമെങ്കിൽ നോക്കൂ, ഇത് നോർമൽ ആവണമെങ്കിൽ ഇത് 70, നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഇത് 70 ആണെങ്കിൽ ഇത് 90 - 70 ആണ്. 90 - 70 എന്ന് പറയുമ്പോൾ 20 വരും. ശരിയല്ലേ? അത് 20 പറയുമ്പോൾ ഇതും 20 ആയിരിക്കും. ബിക്കോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. ഇത് ഇൻസിഡൻറ്റ് റേയും സെക്കൻഡ് മിററിലെ ഇൻസിഡൻറ്റ് റേയും നോർമലും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഇത് റിഫ്ലക്റ്റഡ് റേയും നോർമലും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ്. രണ്ടും സെയിം ആണ്. ഇനി നോക്കൂ, വീണ്ടും ഇത് 90 ആണ്. കാരണം അത് നോർമലാണ്, സെക്കൻഡ് മിററിൻ്റെ നോർമലാണ് അല്ലേ? അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇത്രയും 90 ആണ്. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി 70. അപ്പോൾ ഇത് 70, ഇത് 70. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 50. ശരിയല്ലേ? ആംഗിൾ എത്ര ആയിരിക്കും? 50. കാരണം എന്താ? ഒരു ട്രയാങ്കിളുടെ ഇൻറ്റീരിയർ ആംഗിളുടെ സമ്മ് 180 ആയിരിക്കണം. 70 + 70 140, 140 + 50 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് 180 ആയിരിക്കണം. അപ്പോൾ സോറി അതെന്തായിരിക്കും ഇടാ? 40 ആയിരിക്കും. 40 ആയിരിക്കും. 40. അപ്പോൾ 70 + 70 + 40, 140 + 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിളിൽ സമ്മ് 180 കിട്ടണമെങ്കിൽ ഇത് 40 ആയിരിക്കണം. അപ്പോൾ നോക്കൂ, ഇത് 90 അല്ലേ? കാരണം അത് നോർമൽ അല്ലേ? ഈ ഡോട്ടഡ് ലൈൻ നോർമൽ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഹിയർ ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇത് 90 ആണെങ്കിൽ ഇത് 40,
അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് 40 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് മിററിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത ലൈറ്റ് ഫസ്റ്റ് മിററിൻ്റെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 50 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. കിട്ടിയോടാ? അപ്പോൾ റേ ഇൻസിഡൻറ്റ് ഓൺ വൺ മിറർ അറ്റ് an angle of theta, that theta is equal to 50 ഡിഗ്രി. പക്കാ ജോമെട്രിയാണ് യൂസ് ചെയ്തത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ ക്വസ്റ്റ് നമ്പർ 11 ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ് നമ്പർ 12. 5% of energy supplied to a bulb, it is radiated as electromagnetic radiation. How many quanta are emitted per second? How many number of photons are emitted per second? Is quanta എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഇക്വേഷൻ എന്താ? പി ലാംഡ ബൈ എച്ച് സി. അതിൽ പി എന്ന് പറയുമ്പോൾ പവർ നിങ്ങൾ 100 വാട്ട് എടുക്കരുത്. കാരണം 100 വാട്ടിൻ്റെ 5% ഓഫ് എനർജി സപ്ലൈ ടു എ ബൾബ് ഈസ് റേഡിയേറ്റഡ്. അപ്പോൾ 100 വാട്ടാണ് അതിൻ്റെ പവർ എങ്കിലും അതിൻ്റെ 5% മാത്രമേ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എഫക്റ്റീവ് പവർ വരിക 100ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 100 × 5/100. 100 ക്യാൻസൽ ആവും. അപ്പോൾ എഫക്റ്റീവ് പവർ 5 വരും. ലാംഡ എന്ന് പറയുന്നത് 5.6 × 10⁻⁻6 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിൻ്റെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ -6 10⁻⁻6 × 10⁻². അപ്പോൾ -6 × -2 that is -8 ഡിവൈഡഡ് ബൈ എച്ച് സി. എച്ച് എത്ര? 6.6 × 10⁻34 ഇൻറ്റു സി 3 × 10⁸8. ഓക്കെ. അപ്പോൾ 10⁻34ഉം 8ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ -26 വരും. 26 8ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -18 വരും. ശരിയല്ലേ? യെസ്, 10⁻−18. അത് മുകളിലേക്ക് പോയാൽ 10⁻+18 ആയി. 10⁻+18. ഓക്കെ. ബാക്കി എന്തൊക്കെയുള്ളത്? 5 × 5.6 ഡിവൈഡഡ് ബൈ 6.6 × 3 × 10⁻18. അപ്പോൾ നോക്ക്, ഇവിടെ ഓൾമോസ്റ്റ് ഈ 6.6ഉം ഇത് 6 ആയിരുന്നു എങ്കിൽ ഇതിപ്പോൾ 5.6 അല്ലേ, ഇത് രണ്ടും ഓൾമോസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5/3 എന്ന് വരിക. 5/3 എന്ന് പറയുമ്പം അതൊരു 1 വാല്യൂ വരും. അപ്പോൾ നോക്കൂ, 1 വാല്യൂവിൽ ബാക്കി പവർ നോക്കിയാൽ ഇവിടെ 1.4 ഉണ്ട്, 1.4 ഉണ്ട്. 3ലേക്ക് എന്തായാലും എത്തൂല ഇത് സോൾവ് ചെയ്താൽ. പിന്നെ ഇവിടെ പവർ നോക്കൂ, ഇവിടെ 3ഉം 4ഉം ആണ്. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിലേക്ക് മാച്ച് ആവില്ല. അപ്പോൾ ഓപ്ഷനിലേക്ക് വരുന്നത് 10⁻18 പവർ. പിന്നെ ഇത് -18 ഒരിക്കലും വരില്ല. അപ്പോൾ പിന്നെ ബാക്കി ഓപ്ഷൻ കമ്പയർ ചെയ്താൽ 1 വരാനേ ചാൻസ് ഉള്ളൂ. സോൾവ് ചെയ്താൽ 1 കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 13. The radius of a smallest electron orbit in a hydrogen-like ion is 0.51 × 10⁻⁻10 divided by 4. അത് 0.51 ഡിവൈഡ് ബൈ 4 ആംസ്ട്രോം മീറ്റർ. ദെൻ അത് ഏത് ആറ്റം ആണെന്നുള്ള നോക്കൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർ റേഡിയസ് R is equal to 0.51 × n² ഡിവൈഡഡ് ബൈ z. ഇവിടെ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n is equal to 1 ആണ്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ്. ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റിൽ തന്ന റേഡിയസ് എത്ര? 0.51 ഡിവൈഡഡ് ബൈ 4. ഇത് ആംസ്ട്രോമിലാട്ടോ. അപ്പോൾ ഞാനിവിടെയും ആംസ്ട്രോം തന്നെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.51 n 1 ആയി ഡിവൈഡഡ് ബൈ z ആംസ്ട്രോം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് z is equal to 4 കിട്ടും. z is equal to 4 എന്ന് പറഞ്ഞാൽ അതാരാ? B3+ അല്ലേ? അല്ലേടാ, ഇവിടെ z is equal to 2ഉം ലിഥിയത്തിന് z is equal to 3ഉമാണ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ 4 is the right answer. Question number 13 ഓപ്ഷൻ 4 is the right answer. Sorry. Yes, 13 option 4 is the right answer. Question number 14. A particle starts motion from rest under the action of a constant force if the distance covered in 10 seconds. 10 seconds ഞാൻ t seconds നേടി. S1. അപ്പോൾ S1 is equal to starting from rest ആണെങ്കിൽ half a t². അതാണ് S1. ഇനി ആൻഡ് ദാറ്റ് കവേർഡ് ഇൻ ഫസ്റ്റ് 20 സെക്കൻഡ് S2 ഡിസ്റ്റൻസ്. ഫസ്റ്റ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 സെക്കൻഡ് ടി ആണ്. അപ്പം ആദ്യത്തെ 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 + 10 അതായത് t+t 2t. അപ്പോൾ അതിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് S2. S2 is equal to half a 2t². അപ്പോൾ S2 is equal to 2ൻ്റെ സ്ക്വയർ 4 വരും. 4 ഞാൻ പുറത്ത് എഴുതി. half a t². അപ്പോൾ S2 is equal to ഇത് S1 അല്ലേ? 4s1. അപ്പോൾ S2 is equal to 4s1. That is option 2 is the right answer. Question number 14 option 2 is the right answer. Clear അല്ലടാ? അടുത്ത ക്വസ്റ്റ്യൻ 15.
The horizontal range, question number 14, option 2 is the right answer. Question number 15. The horizontal range and maximum height of a projectile are equal. The angle of projection is. നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ചും ഹൈറ്റും നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. വളരെ പാടി പഠിച്ച സാധനമാണ്. ആർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 4h. ക്വസ്റ്റിൽ പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ചും ഹൈറ്റും സെയിം ആണ്. അങ്ങനെയെങ്കിൽ ആറും എച്ചും കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ടാൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 4 കിട്ടും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 4. വെരി സിമ്പിൾ, ഓപ്ഷൻ 2 is the right answer. Question number 16. Question number 15, option 2 is the right answer. Question number 16. How many NOR gates are required to produce OR gate? OR gate ഉണ്ടാക്കാൻ എത്ര NOR gate വേണം? നോക്കൂ, OR gate എന്ന് പറഞ്ഞാൽ എന്താ? NOR gate എന്ന് പറഞ്ഞാൽ എന്താ? NOR gate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OR ഗേറ്റും അതിൻ്റെ മുകളിൽ ഒരു നോട്ട് ഗേറ്റും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി? NOR ഗേറ്റായി. ശരിയല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു NOR ഗേറ്റ് എടുത്തു. ആ NOR ഗേറ്റ് ഇവിടെ ഒരു നോട്ട് ഇട്ട്, അപ്പോൾ ഇത് NOR ഗേറ്റായി. ഇൻപുട്ട് എ, ഇത് പി. അപ്പോൾ ഇത് NOR ഗേറ്റാണ്. NOR ഗേറ്റിനെ നമുക്ക് ഓറാക്കണം. NOR എന്ന് പറഞ്ഞാൽ എന്താ? ഓറ് പ്ലസ് നോട്ട് അല്ലേ? അതാണ് എന്ത്? NOR ഗേറ്റ്. ഇതിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ഇട്ട് കൊടുക്കുക, പ്ലസ് ഒരു നോട്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം നോട്ട് ചെയ്തു, അത് ഔട്ട്പുട്ട് നമ്മൾ റിവേഴ്സ് ആക്കി. 0 വരുമ്പോൾ അത് 1 ആക്കും, 1 വരുമ്പോൾ 0 ആക്കും. അതിനെ വീണ്ടും റിവേഴ്സ് ആക്കി. അപ്പോൾ ഇവിടെ ഇപ്പോൾ എ ബാർ ആണ് വരുന്നതെങ്കിൽ ഒരു നോട്ടും കൂടെ ഇട്ടാൽ എ ഡബിൾ ബാർ ആയി. അപ്പോൾ ഈ ബാർ ക്യാൻസലായി. അപ്പോൾ ശരിക്കും NOR ഗേറ്റിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ NOR ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓറും നോട്ടുമാണ്. ഓറും നോട്ടും കൂടെ ചേർന്ന NOR ഗേറ്റിനെ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് നോട്ടുകൾ ക്യാൻസൽ ആവുകയും അത് തിരിച്ച് ഓർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ഒരു നോട്ടും കൂടെ കടത്തി വിടാൻ, ഒരു നോട്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? NOR ഗേറ്റിനെ ഷോർട്ട് ചെയ്താൽ മതി. ശരിയല്ലേ? NOR ഗേറ്റിനെ ഷോർട്ട് ചെയ്താൽ മതി. അപ്പം ഒരു NOR ഗേറ്റ് അതിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നോട്ടോറിലെ നോട്ടും ഈ നോട്ടും ക്യാൻസലായാൽ റിസൾട്ടൻ നമുക്ക് OR ഗേറ്റ് തന്നെ കിട്ടും. അപ്പോൾ 2 NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് OR ഗേറ്റ് ഉണ്ടാക്കാം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3 is the right answer. Question number 16, option 3 is the right answer. Clear അല്ലേ? Question number 17. The force F is given in terms of t and distance x. t ടൈം ആണ്, ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ നോക്കൂ, F is equal to a സൈൻ. ഈ സൈൻ എന്ന് പറയുന്ന സാധനത്തിന് ഡയമെൻഷൻ ഇല്ല. ഈ സൈൻ ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷനും എൻ്റെ ഡയമെൻഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പ്ലസ് ബി കോസ് ഡി എക്സ്. കോസ് ഡി എക്സിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. പിന്നെ 2 ഇക്വേഷൻ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ എൻ്റെ ഡയമെൻഷനും ബീൻ്റെ ഡയമെൻഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എ ബൈ ബിയുടെ ഡയമെൻഷനാണ് ചോദിച്ചത്. എൻ്റെയും ബീൻ്റെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ എ ബൈ ബിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഇല്ല. എൻ്റെ ഡയമെൻഷനും ബീൻ്റെ ഡയമെൻഷനും സെയിം ആണ്. അത് രണ്ടും ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ്. എൻ്റെ ഡയമെൻഷൻ എന്ന് പറയാം F is equal to a സൈൻ തീറ്റ. സൈൻ തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ എഫിൻ്റെ ഡയമെൻഷനാണ് എൻ്റെ ഡയമെൻഷൻ. ml t⁻² ഡിവൈഡഡ് ബൈ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ എഫിൻ്റെ അതേ ഡയമെൻഷനാണ് ബിക്കും വരിക. ml t⁻². ഇത് കട്ടായി പോയാൽ m⁻0 l⁻0 t⁻0. Question number 17, option 3 is the right answer. Question number 18. When 999 millimeter is added to 100 meter, അപ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? 100 ഇത് മില്ലിമീറ്റർ അല്ലേ? യെസ്. മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻³ ഇട്ട് കൊടുത്താൽ അത് മീറ്ററിലേക്കാവും. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്താൽ 100 പ്ലസ് ഇൻറ്റു 10⁻⁹ എന്ന് പറഞ്ഞാൽ 0.999. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 0.999 വരും. പക്ഷേ ഇനി ഇവിടെ നോക്ക്, ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 999 മില്ലിമീറ്ററും 100 മീറ്ററുമാണ്. അപ്പോൾ ക്വസ്റ്റിൽ ആഡ് ചെയ്യാൻ തന്ന സാധനത്തിന് രണ്ടിനും ഡെസിമൽ പ്ലേസ് ഇല്ല. ക്വസ്റ്റിൽ ആഡ് ചെയ്യാൻ തന്ന 2 സാധനത്തിന് ഡെസിമൽ പ്ലേസ് ഇല്ല. ഇനി ഞാനിതിനെ യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ക്വസ്റ്റിൽ ആഡ് ചെയ്യാൻ തന്ന 2 ക്വാണ്ടിറ്റിയിലും ഡെസിമൽ പ്ലേസ് ഇല്ല. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 100.999 ആണ്. പക്ഷേ ഈ ഡെസിമൽ പ്ലേസ് ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് ക്വസ്റ്റിൽ തന്ന ഈ 2 നമ്പേഴ്സിലും ഡെസിമൽ പ്ലേസ് ഇല്ല. ക്വസ്റ്റിൽ ആഡ് ചെയ്യുന്ന 2 നമ്പറിൽ ഡെസിമൽ പ്ലേസ് ഉണ്ടോ? ഇല്ല. 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആർക്കാണോ ലീസ്റ്റ് ഡെസിമൽ
പ്ലേസസ് ഉള്ളത്, അതാണ് ആൻസർ റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റിൽ ആഡ് ചെയ്യാൻ തന്ന 2 നമ്പറിലും ഡെസിമൽ പ്ലേസ് ഇല്ല, അപ്പോൾ ആൻസറിലും ഡെസിമൽ പ്ലേസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ 999 റൗണ്ട് ചെയ്ത് 1 ആക്കുക. അപ്പോൾ 101 മീറ്റർ, ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 18 ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റൻ നമ്പർ 19. എ ബോഡി ഫാൾസ് ഫ്രീലി ഫ്രം റെസ്റ്റ്. ഇറ്റ് കവർ മച്ച് ഡിസ്റ്റൻസ് ഇൻ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ as it cover in first 3 seconds. It fallen for a time of. Okay. എന്താ പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് മോഷൻ, ലാസ്റ്റ് സെക്കൻഡ് ഓഫ് മോഷനിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇറ്റ് കവർ ആസ് മച്ച് ഡിസ്റ്റൻസ് ഇൻ ദി ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ കവേർഡ് ഇൻ ദി ഫസ്റ്റ് 3 സെക്കൻഡ്. എന്താ, ഞാൻ ആ ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. നമുക്ക് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഫോൾ ചെയ്യണം. ആദ്യത്തെ 3 സെക്കൻഡ് ഇത് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ട്രാവൽ ചെയ്തത്, ഇപ്പോൾ എസ് ആണെന്ന് വിചാരിച്ചു, അത് ഫസ്റ്റ് 3 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഇത്. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തന്നെ ആവണമെന്നൊന്നുമില്ല, കുറച്ചും കൂടെ താടിയിലേക്ക് ഇങ്ങനെ വീണ് ഇതാണ് ഏറ്റവും അവസാനത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇതാണ്. ലാസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അത് എസ് എന്ന് എഴുതി, ലാസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ 3 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടോ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ടോട്ടൽ ജേണിയുടെ അവസാനത്തെ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഒന്നുകൂടി നോക്കുക, ക്വസ്റ്റ്യൻ നോക്ക്. ഇറ്റ് കവർ ആസ് മച്ച് ദ ഡിസ്റ്റൻസ് ഇൻ ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ ആസ് കവേർഡ് ഇൻ ദി ഫസ്റ്റ് 3 സെക്കൻഡ്. ആദ്യത്തെ 3 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമോ അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് ലാസ്റ്റ് സെക്കൻഡിലും ട്രാവൽ ചെയ്യുന്നത്. ഈ ലാസ്റ്റ് സെക്കൻഡിന് പ്രത്യേകത ഉണ്ട്. 5 സെക്കൻഡുള്ള മോഷൻ ആണെങ്കിൽ 5ാമത്തെ സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ്. 10 സെക്കൻഡുള്ള മോഷൻ ആണെങ്കിൽ 10ാമത്തെ സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ്. 20 സെക്കൻഡുള്ള മോഷൻ ആണെങ്കിൽ 20ാമത്തെ സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഈ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നതും ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നതും സെയിം നമ്പർ തന്നെ വരിക. അപ്പോൾ നോക്കൂ, ലാസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ആക്സിലറേഷൻ ജി ആണ്, g/2 ഇൻറ്റു 2n - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 3 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോൾ ut ഉണ്ടാവില്ല, പിന്നെ ½ at² ഉണ്ടാവുള്ളൂ. ½ ഇൻറ്റു g 3 സെക്കൻഡ് 3². അപ്പോൾ ½ g ക്യാൻസൽ ആവും. 2n - 1 is equal to 3², that is 9. 2n is equal to 10. n is equal to, ഈ -1 അങ്ങോട്ട് പോയാൽ +1 അല്ലേ, n is equal to 10/2, that is 5. n is equal to നമുക്ക് 5 കിട്ടി. അപ്പോൾ ടോട്ടൽ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ്. ഈ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് 5th സെക്കൻഡാണ്. അപ്പോൾ 5ാമത്തെ സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ് എങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5ാമത്തെ സെക്കൻഡ് ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് 6ാമത്തെ സെക്കൻഡ് ഇല്ല, അപ്പോൾ 5 സെക്കൻഡാണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2, 5 സെക്കൻഡ്, ഓപ്ഷൻ 2. ക്വസ്റ്റൻ നമ്പർ 19 ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ 20. From the top of a tower 9.8 meter high, a ball is thrown horizontally. If the line joining the point of projection to the point where it hit the ground make an angle of 45. അപ്പോൾ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഹൊറിസോണ്ടലി ഒരു ബോൾ എറിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പോയി താഴെ വീഴും. ഓക്കെ, അപ്പോൾ എറിഞ്ഞ സ്ഥലത്ത് നിന്ന് താഴെ വീണ സ്ഥലത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോൾ ഇറ്റ് മേക്സ് എൻ ആംഗിൾ 45. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആംഗിൾ 45 ആയാൽ അതൊരു ഐസോസിലെ ട്രയാങ്കിൾ അല്ലേ? ദാറ്റ് മീൻസ് ഈ ഹൈറ്റും ഈ ഹൊറിസോണ്ടൽ റേഞ്ചും, ഇത് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്നാണ് പറയുക, R, ഇത് രണ്ടും ഈക്വലാണ്. H is equal to R. That is R is equal to 19.6. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ദെൻ ദ ഇനീഷ്യൽ വെലോസിറ്റിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അതായത് ഇവിടെ നിന്ന് എറിയുമ്പോഴുള്ള വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് താഴെ എത്താൻ എത്ര സമയം എടുക്കുന്ന ആദ്യം കണ്ടുപിടിക്കാം. കണ്ടെത്തി കഴിഞ്ഞാലുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങോട്ടേക്ക് എറിയുന്നു, ഇനീഷ്യൽ വെലോസിറ്റി u, ആ വെലോസിറ്റി ഇൻറ്റു ഇത് താഴെ എത്താൻ എടുക്കുന്ന സമയം കണ്ടെത്തി കഴിഞ്ഞാൽ
വെലോസിറ്റി ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് റേഞ്ച്, ആ റേഞ്ച് കിട്ടും. സോ യു ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു, റേഞ്ച് എന്ന് പറയുന്നത് ഹൈറ്റും റേഞ്ചും സെയിം ആണ്, റേഞ്ച് എന്ന് പറയുന്നത് 19.6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാവും. അപ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ മോഷനിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിലും ഫ്രീ ഫാൾ ആണെങ്കിലും ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2h/g ആണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു h എന്ന് പറയുന്നത് 19.6 ആണ്, ഡിവൈഡഡ് ബൈ g 9.8 ആണ്. 19.6ഉം 9.8ഉം കട്ട് ചെയ്താൽ മുകളിൽ 2 വരും. 2 ഇൻറ്റു 2 4 ആവും. 4ൻ്റെ റൂട്ട് എടുത്താൽ കറക്റ്റ് നമുക്ക് 2 കിട്ടും. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് 2 സെക്കൻഡ് കിട്ടി. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ u ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 19.6. അപ്പോൾ u ഈസ് ഈക്വൽ ടു 90.6ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9.8 വരും. അപ്പോൾ u ഈസ് ഈക്വൽ ടു 9.8, കാരണം 19.6 ആണ് 9.8ൻ്റെ ഡബിൾ അല്ലേ. 9.8 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. നല്ല കൺസെപ്റ്റ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 21. A block take twice as much the time to slide down in 45 rough inclined plane as it take slide down in similar smooth plane. The coefficient of friction is. നോക്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ഇൻക്ലൈൻഡ് സർഫസ് ഇൻക്ലിനേഷൻ തീറ്റ, ഇത് സ്മൂത്ത് ആണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രിക്ഷൻലെസ്. ഇത് റഫ് സർഫസ് ആണ്. അതേ ഇൻക്ലിനേഷനും അതേ ഹൈറ്റും ഒക്കെ തന്നെയാണ് കേട്ടോ. സെയിം ഈ ആംഗിൾ സെയിം ആണ്, ഈ ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് റഫ് സർഫസ് ആണ്. റഫ് സർഫസിലൂടെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് വീഴുമ്പോൾ കുറേ സമയം എടുക്കും താഴെത്താൻ. കാരണം ആ റഫ് സർഫസ് ആകുമ്പോൾ ഫ്രിക്ഷനും കൂടെ ഓവർകം ചെയ്ത് വേണം താഴെത്താൻ. സ്മൂത്ത് സർഫസിൽ പെട്ടെന്ന് എത്തും. സ്മൂത്ത് സർഫസിൽ സ്ലൈഡ് ചെയ്ത് താഴെ എത്താൻ എടുക്കുന്ന സമയം ടി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ റഫ് സർഫസിൽ ടി ടൈം കൊണ്ട് എത്തൂല, ടീനേക്കാൾ കൂടുതലായിരിക്കും. റഫ് സർഫസിൽ താഴെ എത്താൻ എടുക്കുന്ന സമയം n ടൈംസ് ഓഫ് ടി ആണെന്ന് വിചാരിച്ചോ. സ്മൂത്ത് സർഫസിൽ താഴെ എത്താൻ എടുക്കുന്ന സമയം ടി ആണ്. സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻലെസ് ആയതുകൊണ്ട് അത് ഈസി ആയിട്ട് സ്ലൈഡിങ് ഡൗൺ ആവും. റഫ് സർഫസിൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് താഴേക്ക് സ്ലൈഡ് ചെയ്ത് വീഴാൻ കുറച്ചധികം സമയം എടുക്കും. സ്മൂത്ത് സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ n ടൈംസ് ഓഫ് ടി എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ആ ഇക്വേഷൻ നേരെ അപ്ലൈ ചെയ്താൽ മതി. ഇത് അങ്ങനെ തന്നെ ജെയ്ക്കും നീറ്റിനൊക്കെ, നീറ്റിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഇല്ല, ജെയ്ക്ക് 2-3 തവണ പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നീറ്റിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ് ഇക്വേഷൻ? മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് തീറ്റ ഇൻറ്റു 1 - 1/n². ഈ n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ടൈം ടേക്കൺ ഇൻ റഫ് സർഫസ് ഈക്വൽ ടു n ടൈംസ് ഓഫ് ടൈം ടേക്കൺ ഇൻ സ്മൂത്ത് സർഫസ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 45 ആണ് ഇൻക്ലിനേഷൻ. The block take twice much time when the slide 45 degree rough plane as it take slide down in similar smooth plane. അപ്പോൾ സ്മൂത്ത് പ്ലെയിനിൽ താഴെ എത്താൻ എടുക്കുന്ന സമയത്തിൻ്റെ 2x ടൈം എടുക്കുന്നുണ്ട് റഫ് സർഫസിൽ. അപ്പോൾ n is equal to 2 ആണ്. സോ മ്യൂ is equal to tan 45 is 1. അത് എഴുതേണ്ട ആവശ്യമില്ല. 1 - 1/n², 2². tan 45 1 ആണ്. 1 - 1/2² is 4. 1 - 1/4 mu is equal to 3/4. That is option 1 is the right answer. Question number 21, option 1 is the right answer. Question number 22. Mass of 2 kg is dropped from a height of 10 meter. Find the gain in kinetic energy of the block when it is fall through a height of 5 meter. അപ്പോൾ നോക്കൂ, 10 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് താഴേക്ക് ഇങ്ങനെ വീണ് എത്ര മീറ്റർ താഴേക്ക് വീണു? 5 മീറ്റർ താഴേക്ക് വീണു. ഇനീഷ്യലി ഉള്ള ഹൈറ്റ് 10 മീറ്റർ ആണ്. ഇപ്പോൾ ഉള്ള ഹൈറ്റ് 5 മീറ്റർ താഴേക്ക് വീണാൽ ഇപ്പോൾ ഉള്ള ഹൈറ്റ് 5 മീറ്റർ ആണ്. അപ്പോൾ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്നാണ് പറഞ്ഞത്. ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി എത്ര കിട്ടുന്നു അതെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എത്ര കുറയുന്നു എന്നാണ്. ഇനീഷ്യലി ഇത് മുകളിൽ റെസ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി mgh1. ഓക്കെ, താഴേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. അപ്പോൾ എത്ര കുറയും? പൊട്ടൻഷ്യൽ എനർജി എത്ര കുറയുന്നോ അത്ര തന്നെ എന്തായിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ടാവും? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് mgh1 - mgh2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ mgനെ പുറത്തേക്ക് വെച്ചാൽ h1 - h2. ആദ്യത്തെ ഹൈറ്റ് 10 ആണ്. 5 മീറ്റർ താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് 5 ആണ്. അപ്പോൾ m എത്ര? 2, g എത്ര? 10 ഇൻറ്റു
5. That is equal to gain in kinetic energy. അപ്പോൾ 10 into 10 100 joule is the gain in kinetic energy. That is option 2 is the right answer. Question number 22, option 2 is the right answer. Next, question number 23. കുറച്ച് ചെയ്യാനുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. If the block are shown in the figure released from rest, what is the power delivered by the tension in the string 2 kg block in first 2 seconds? അപ്പോൾ ഈ 2 kg ബ്ലോക്കിൻ്റെ മുകളിൽ 2 kg ബ്ലോക്കിനെ ടെൻഷൻ പിടിച്ച് താഴേക്ക് വലിക്കും. കാരണം ഈ സിസ്റ്റം റിലീസ് ചെയ്താൽ ഇതിങ്ങനെ താഴേക്ക് വീഴും, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വീഴും. അപ്പോൾ ടെൻഷൻ അവിടെ വർക്ക് ചെയ്യും. 2 സെക്കൻഡ് കൊണ്ട് എത്ര വർക്ക് ചെയ്യും? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ചെയ്ത വർക്ക് കണ്ടുപിടിക്കുക. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ സെക്കൻഡിൽ പെർ യൂണിറ്റ് ടൈമിൽ എത്ര വർക്ക് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പവർ കിട്ടും. അപ്പോൾ പവർ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ടെൻഷൻ കണ്ടുപിടിക്കണം, ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ പറയുന്നു വർക്ക് ഇസ് ഈക്വൽ ടു ടെൻഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടുത്തെ ടെൻഷനാണ് അവിടുത്തെ ഫോഴ്സ്. അപ്പോൾ അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ. അപ്പോൾ ടെൻഷൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടെൻഷൻ കണ്ടുപിടിക്കാൻ ഇത് താഴേക്ക് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ, ഈ ബ്ലോക്കിന് വെയിറ്റ് വരിക 3 into G10 താഴേക്ക് വെയിറ്റ് വരും. അതിന് ബാലൻസ് ചെയ്യാൻ വേറെ ആരുമില്ല. ഈ ബ്ലോക്കിൻ്റെ വെയിറ്റും നോർമൽ റിയാക്ഷനും ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ള വെയിറ്റ് 3 into 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു 5 വരും. 3 + 2 5. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 30 divided by 5. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 6 m/s². ഇനി 3 kgയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അതിൻ്റെ താഴേക്കുള്ള വെയിറ്റ് mg, മുകളിലേക്ക് അതിനിതാ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഇസ് ഓൾവേസ് എവേ ഫ്രം ദ ബോഡി. ടെൻഷൻ എന്നിട്ടും അത് ആക്സിലറേറ്റ് ചെയ്യുന്നത് താഴോട്ടേക്കാണ് വിത്ത് ആൻ ആക്സിലറേഷൻ a. അപ്പോൾ അതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സായ MA ഇസ് ഈക്വൽ ടു, താഴേക്കാണ് കൂടുതൽ ഫോഴ്സ് വരിക, അതുകൊണ്ടാണല്ലോ ഇത് താഴേക്ക് പോകുന്നത്. അപ്പോൾ താഴേക്ക് മൂവ് ചെയ്യാൻ കാരണം അതിൻ്റെ കൂടുതൽ ഫോഴ്സും താഴേക്കാണ്. അപ്പോൾ വലിയ ഫോഴ്സ് mg ആണ്. അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് മുകളിലേക്ക് ടെൻഷൻ. അപ്പോൾ താഴേക്കുള്ള കൂടുതൽ ഫോഴ്സ് mg മൈനസ് അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഫോഴ്സ് ടെൻഷൻ ഈസ് ഈക്വൽ ടു അതിനെ മുകളിൽ ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 3 ആണ്, ആക്സിലറേഷൻ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു mg 30 വരും മൈനസ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ ഈസ് ഈക്വൽ ടു, ഈ ടെൻഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, 18 അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, 30 മൈനസ് 18. അപ്പോൾ ടെൻഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് 12 കിട്ടും. ശരിയല്ലേ? ടെൻഷൻ 12 കിട്ടി. ഓക്കെ, അപ്പോൾ ടെൻഷൻ 12 കിട്ടി. ഇനി ഈ ബ്ലോക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. 2 സെക്കൻഡ് കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ബ്ലോക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് S ഇസ് ഈക്വൽ ടു ut + ½ at². സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ ½ at², ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു t². ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബ്ലോക്കിൻ്റെ മുകളിൽ കിട്ടുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ബ്ലോക്കിൻ്റെ മുകളിൽ കിട്ടുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ ബ്ലോക്കിൻ്റെ മുകളിൽ കിട്ടുന്ന ഫോഴ്സ് 12 ആണ്, ടെൻഷനാണ്, ഡിവൈഡഡ് ബൈ മാസ് 2 ആണ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് 6 വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആക്സിലറേഷനായ 6 ഇൻറ്റു ടൈം 2 സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് കൊണ്ടല്ലേ. 2² ഇസ് 4. അപ്പോൾ ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. 2 into 6 12 വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 12 മീറ്റർ കിട്ടി. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് പെർ ടൈം. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എത്ര? ടെൻഷൻ 12 ആണ്. 12 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടി? അതും 12 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ എത്ര സമയം കൊണ്ടാണ് വർക്ക് ചെയ്തത്? 2 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2ഉം 12ഉം കട്ട് ചെയ്താൽ 6 കിട്ടും. 6 into 12 ചെയ്താൽ പവർ ഈസ് ഈക്വൽ ടു 72 വാട്ട്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 23, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? കുറച്ച് ലെങ്തി ആയ ക്വസ്റ്റൻ ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അത് റിവൈൻഡ് ചെയ്ത് കണ്ട് ഓരോ സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്ന് നോട്ടിലൊക്കെ എഴുതി നോക്കി ഒരു തവണ നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക, സെറ്റാവും. ഇനി ഞാനത് പറയണ്ടല്ലോ, അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ. 24. എ ബോഡി ഓഫ് മാസ് 0.4 kg ഈസ് wired in a vertical circular motion 2 revolution per second ആണ് frequency. Radius of the circle is 2 meter. Then the tension of the string when the body at the topmost point. ഓക്കെ, ടോപ്മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ വരും. ബോട്ടമോസ്റ്റ് പോയിന്റിലെ ടെൻഷൻ ഈസ് ഈക്വൽ ടു mr⍵² പ്ലസ് mg. ബോട്ടമോസ്റ്റ് പോയിന്റിലാണ് ഏറ്റവും ടെൻഷൻ ഉണ്ടാവുക. ടോപ്മോസ്റ്റ് പോയിന്റിലെ ടെൻഷൻ ഈസ് ഈക്വൽ ടു mr⍵² മൈനസ് mg. ഓക്കെ, അപ്പോൾ ഞാൻ എമ്മിനെ പുറത്തേക്ക് എഴുതി. എം എത്ര? 0.4 ഇൻറ്റു
ആർ ഒമേഗ സ്ക്വയർ. ആർ എത്ര? 2 ആണ്. 2 ഒമേഗ എന്ന് പറയുന്നത് 2π ന്യൂ ആണ്. ന്യൂ 2 റെവല്യൂഷൻ പെർ സെക്കൻഡ്. അപ്പോൾ 2π × 2 അപ്പോൾ 4π വരും. 4π സ്ക്വയർ മൈനസ് എമ്മിനെ പുറത്തേക്ക് എഴുതിയാൽ പിന്നെ ആർ ഒമേഗ സ്ക്വയർ മൈനസ് ജി അല്ലേ. ജി എത്ര വരിക? 10 വരും. അപ്പോൾ 0.4 2 × 4ൻ്റെ സ്ക്വയർ 16, പൈൻ്റെ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 9.8 ആണ് പൈൻ്റെ സ്ക്വയർ വരിക. 3.14ൻ്റെ സ്ക്വയർ വരിക 9.8 ആണ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര എടുക്കാം? 10 എടുക്കാം. മൈനസ് 10 0.4 32 320 മൈനസ് 10. അപ്പോൾ 0.4 × 320 മൈനസ് 10 ചെയ്താൽ നമുക്ക് 310 കിട്ടും. ഒരു 0 അങ്ങോട്ട് എടുത്താൽ 4 × 31. 4 × 31 4 × 30 ആണെങ്കിൽ 120 വരും. ഓക്കെ. അപ്പോൾ 121 ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 25. എ മൂവിംഗ് മാസ് 8 kg collide elastically with a stationary mass of 2 kg. If E is the kinetic energy of the moving mass, then kinetic energy left with it after the collision. Okay. അപ്പോൾ മൂവിങ് മാസ്, ഒരു മാസ് റെസ്റ്റിലാണ്. 8 kg കൊളൈഡ് ഇലാസ്റ്റിക്കലി വിത്ത് സ്റ്റേഷനറി മാസ് ഓഫ് 2 kg. അപ്പോൾ ഈ 8 kg ആണ് ഈ കൈനറ്റിക് എനർജിയുമായിട്ട് മൂവ് ചെയ്യുന്നത്. ക്യാപിലേറ്റർ ഈ കൈനറ്റിക് എനർജി ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ 8 kg മാസ്, ഇതിപ്പോൾ 8 kg ആണെന്ന് വിചാരിച്ചു, അതിൻ്റെ കൈനറ്റിക് എനർജി ഇ ആണ്. അതൊരു റെസ്റ്റ് മാസ്സായ 2 kgനെ കൊളൈഡ് ചെയ്താൽ പിന്നെ അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പോവുക. അപ്പോൾ ഈ 8 kg കുറച്ച് എനർജി ആർക്ക് കൊടുത്തു എന്നർത്ഥം? 2 kg കൊടുത്തു. 8 kg ആണ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. 8 kg കൈനറ്റിക് എനർജി ഉള്ളൂ. അത് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ 2 kg മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 8 kg കുറച്ച് കൈനറ്റിക് എനർജി 2 kg കൊടുത്തു. ബാക്കി കൈനറ്റിക് എനർജി 8 kg അവശേഷിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൂവിങ് മാസ്. ദ കൈനറ്റിക് എനർജി ലെഫ്റ്റ് വിത്ത് ഇറ്റ് ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ. അതിൻ്റെ അകത്ത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈ 8 kg ഇ ആണ്. അതിൽ ഫൈനൽ കൈനറ്റിക് എനർജി അതിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ആ 8 kg അവശേഷിക്കുന്നതെന്നാണ്. നമ്മൾ ഈ ഫ്രാക്ഷൻ ഓഫ് എനർജി റിട്ടൈൻ ചെയ്യുന്നതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ഹോൾ സ്ക്വയർ ടൈംസ് ഇ. ദാറ്റ് ഈസ് ഈക്വൽ ടു m1 minus m2 8 minus 2 that is 6 divided by m1 plus m2 10 whole square. അപ്പോൾ 0.6ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ 0.36 വരും. ശരിയല്ലേ? 0.36 ടൈംസ് ഇ. അപ്പോൾ 0.36 ടൈംസ് ഇ എനർജി, അതായത് ടോട്ടൽ എനർജിയുടെ 36% മാത്രമേ, ഈ വരുന്ന എനർജി 100% ആക്കി എടുത്താൽ അതിൻ്റെ 36% മാത്രമേ ആ 8 kg അവശേഷിക്കുള്ളൂ. ബാക്കി 64% ആരുടെ കയ്യിലായിരിക്കും? ഇടി കിട്ടിയ 2 kg കയ്യിലായിരിക്കും. സോ 0.36 ഇ ആണ് 8 kg കയ്യിൽ ബാക്കി ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. A particle of mass m 1 kg is moving along a straight line y is equal to x plus 2 with a speed of 2 meter per second. The magnitude of angular momentum of the particle about origin. അപ്പം ആംഗുലാർ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, അതായത് അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y is equal to x plus 2. അപ്പോൾ y is equal to x plus 2ൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എക്സിന് 0 കൊടുത്താൽ, കഴിഞ്ഞാൽ ഇതാ ഇവിടെ വരും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എത്ര വരിക? 2 വരിക. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടാവുക. ഓക്കെ. ഇനി y എപ്പോഴാണ് 0 ആവുക നോക്കുക. ഈ y എപ്പോഴാണ് 0 ആവുക? y is equal to x plus 2 ആണ്. അപ്പോൾ x plus 2 0 ആവണമെങ്കിൽ x minus 2 ആയിരിക്കണം. -2 + 2 0 ആവും. അപ്പോൾ y 0 ആവുക എന്ന് പറഞ്ഞാൽ ഈ y കോർഡിനേറ്റ് 0 ആവണമെങ്കിൽ x എന്തായിരിക്കണം? x is equal to -2 ആയിരിക്കണം. അപ്പോൾ x -2 എന്ന് പറയുമ്പോൾ y 0 ആയി. അപ്പോൾ പാർട്ടിക്കിൾ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ലൈക്ക് ദിസ്. സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായി? This is similar is equal to mx plus c. ഓക്കെ, ശരിയല്ലടാ? അപ്പോൾ y ഇൻ്റർസെപ്റ്റ് 2 ആണ്. ഓക്കെ, സ്ലോപ്പ് 1 ആണ്.
സ്ലോപ്പ് 1 ആണ്. അതായത് ടാൻ ഓഫ് തീറ്റ, സ്ലോപ്പ് 1 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ 1 ആണ്. ടാൻ തീറ്റ 1 ആണെന്ന് പറഞ്ഞാൽ തീറ്റ 45 ആണ്. സോ ദിസ് ആംഗിൾ വിൽ ബി 45. അപ്പം അങ്ങനെയാണ് പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. ഇങ്ങനെ പോവാണ്. ഓക്കെ, മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് മനസ്സിലായത്. അത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ടാണ്. ഇനി ഈ ഒരു ഷേപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ y ഇൻ്റർസെപ്റ്റ് 2 ആണ്. ഇനി അവിടെ എക്സിന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ y ഇൻ്റർസെപ്റ്റ് നമുക്ക് 2 കിട്ടും. എക്സിന് -2 കൊടുക്കുമ്പോഴാണ് y 0 ആവുക. അപ്പോൾ വൈൻ്റെ 0 ആയിട്ട് എക്സ് ആക്സിന് മുകളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ -2 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എബൌട്ട് ഒറിജിൻ. അപ്പോൾ എബൌട്ട് ഒറിജിന്ന് ആ പാർട്ടിക്കിൾ പോകുന്ന പാത്ത് ഇതാണ് ആ പാർട്ടിക്കിൾ പോകുന്ന പാത്ത്. ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ mv ഇൻറ്റു പെർപെൻഡിക്കുലർ r. എം വി ആർ ആണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. അതിൽ വിയും ആറും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ എബൌട്ട് ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇതായി ഇവിടുന്ന്. അപ്പോൾ അവിടുന്ന് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റി, ഇതാണ് ആ പെർപെൻഡിക്കുലർ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഡിസ്റ്റൻസ് എത്ര വരുന്നത്? എക്സ് -2 ആകുമ്പോഴാണല്ലോ y ആക്സിസ് 0 വന്നത്. അപ്പം y ടച്ച് ചെയ്യുന്നത് എക്സിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നത്, ആ ലൈൻ എക്സിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നത് എക്സ് എക്സിന് മുകളിൽ ടച്ച് ചെയ്യുന്ന y 0 ആവുന്നത് x -2ലാണ്. അപ്പോൾ ഇത് 2 ആണ്. ഓക്കെ, ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്. ഇതാണ് വെലോസിറ്റി, ഇതാണ് ആർ പെർപെൻഡിക്കുലർ, ഇത് 2 ആണ്. ദിസ് ഇസ് 45, സോ ദിസ് ഇസ് ഓൾസോ 45. അപ്പോൾ ആർ പെർപെൻഡിക്കുലർ വിച്ച് മീൻസ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ cos 45 യൂസ് ചെയ്താൽ cos 45 ഇസ് ഈക്വൽ ടു അഡ്ജസൻ്റ് ആയ ആർ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ, ഇത് 2 അല്ലേ, 20 അല്ലല്ലോ, അഡ്ജസൻ്റ് ആയ ആർ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ, ഇത് 90 ആണ്, 90ക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടനസ് വരിക. ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ 2 cos 45 is 1/√2. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ പെർപെൻഡിക്കുലർ. സോ 1/√2 എന്ന് പറഞ്ഞാൽ √2 അല്ലേ. സോ ആർ പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു √2. ആർ പെർപെൻഡിക്കുലർ നമുക്ക് √2 കിട്ടി, ശരിയല്ലേ? ഓക്കെ, ഇനി ആംഗുലാർ മൊമെൻറ്റം L ഇസ് ഈക്വൽ ടു MVR. MVR പെർപെൻഡിക്കുലർ. അപ്പോൾ L ഇസ് ഈക്വൽ ടു മാസ് എത്ര? 1, വെലോസിറ്റി എത്ര? 2 ഇൻറ്റു, ഇപ്പോൾ ആർ പെർപെൻഡിക്കുലർ √2 അല്ലേ. അപ്പോൾ 2√2 എന്ന് വരും. 2√2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. റെഡി അല്ലേ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. 27. Two bodies of mass m and 4m placed at a distance r. The gravitational potential at a point on the line joining them where the gravitational field is 0. ഇതും നല്ല ചോദ്യമാണ്. നോക്കൂ, 2 മാസ് ഉണ്ട്, എമ്മും 4m. ഇവ നമ്മൾ സെപ്പറേഷൻ സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എവിടെ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആവുന്ന സ്ഥലത്ത്. അപ്പോൾ ആദ്യം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആവുന്ന സ്ഥലം കണ്ടുപിടിക്കണം. ഇപ്പം നമുക്കറിയാം ന്യൂട്രൽ പോയിന്റ് എന്ന് പറയും, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ പഠിച്ചാണ്. ന്യൂട്രൽ പോയിന്റ് എപ്പോഴും ഉണ്ടാവുക ചെറിയ മാസിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് ഞാൻ എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇതെന്തായിരിക്കും? r-x. അപ്പോൾ അവിടെ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഇൻവേർഡ് ആണ്. ഇൻവേർഡ് ടു ദ മാസിൻ്റെ അടുത്തേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവുക, കാരണം അത് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. അപ്പോൾ ആ രണ്ട് ഫീൽഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ Gm ഡിവൈഡഡ് ബൈ x² ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു അപ്പുറത്തെ ഫീൽഡ്. നല്ലല്ലേ ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആവുള്ളൂ. അപ്പുറത്തെ ഫീൽഡ് എത്ര? G4m ഡിവൈഡഡ് ബൈ r-x ദി ഹോൾ സ്ക്വയർ. സോ Gm ക്യാൻസൽ ചെയ്തു. r-x ഇങ്ങോട്ടേക്ക് വന്നു, ഡിവൈഡഡ് ബൈ x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ r-x ഡിവൈഡഡ് ബൈ x ഇസ് ഈക്വൽ ടു 2 റൂട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ r ഡിവൈഡഡ് ബൈ x -1 ഇസ് ഈക്വൽ ടു 2. സോ r ഡിവൈഡഡ് ബൈ x ഈസ് ഈക്വൽ ടു 3 ഓർ x ഇസ് ഈക്വൽ ടു r/3. അപ്പോൾ x ഇസ് ഈക്വൽ ടു നമുക്ക് r/3 കിട്ടി. ഇനി r/3യിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് m, ഇതാണ് നമ്മളെ പോയിന്റ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആവുന്ന പോയിന്റ്. ദിസ് ഇസ് r/3, ഇത് 4m. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഒന്ന് r/3 ആണെങ്കിൽ മറ്റേത് 2r/3. ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ
ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. അപ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുക. ആദ്യത്തെ ആളുടെ പൊട്ടൻഷ്യൽ മൈനസ് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ ബൈ 3 പ്ലസ് അടുത്ത ആളുടെ പൊട്ടൻഷ്യൽ മൈനസ് ഓഫ് 4gm ഡിവൈഡഡ് ബൈ 2r ബൈ 3 മുകളിലേക്ക് പോകും. ടോട്ടൽ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. 3gm ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 3 മുകളിലേക്ക് വരുമ്പോൾ 12gm ഡിവൈഡഡ് ബൈ 2r എന്ന് വരും. ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 × 3 6 വരും. 6ഉം 12ഉം 18 വരും. 18gm ഡിവൈഡഡ് ബൈ 2r വരും. 2ഉം 18ഉം കട്ട് ചെയ്താൽ മൈനസ് ഓഫ് 9gm ബൈ r. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27 ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് 28 നോക്കൂ. 28 എ ലിക്വിഡ് ഇൻ U-tube ക്രോസ് സെക്ഷൻ ആർ വാട്ടർ ആൻഡ് മെർക്കുറി. ഓക്കെ, രണ്ട് ഫ്ലൂയിഡ് ഉണ്ട്, ഒന്ന് മെർക്കുറി ഒന്ന് വാട്ടറും. ദ മെർക്കുറി കോളം ഈസ് 2 cm ഹൈ. ദ എച്ച് ഓഫ് ദ വാട്ടർ കോളം ഈസ്. ഓക്കെ, സിമ്പിളാണ്. ഒരേ ഹൊറിസോണ്ടൽ ലൈനിലെ പ്രഷർ സെയിം ആയിരിക്കും. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഇവിടുത്തെ ഗേജ് പ്രഷേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ഈ പോയിന്റിൽ ഗേജ് പ്രഷേഴ്സ്. ഇവിടെ 20 മീറ്റർ ഓഫ് മെർക്കുറി കോളം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രഷറും എച്ച് ഹൈറ്റ് ഓഫ് വാട്ടർ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രഷറും സെയിം ആയിരിക്കും. അപ്പോൾ എച്ച് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 10⁻³ ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 2 cm. ആൻസറും സെൻറ്റിമീറ്ററിലാണ്, യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട. ഡെൻസിറ്റി ഓഫ് മെർക്കുറി തന്നിട്ടില്ല അല്ലേ. ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 ഇൻറ്റു 10⁻³ ആണ് ഇൻറ്റു ജി. അപ്പോൾ ജിയും ക്യാൻസൽ ആവും. 10⁻³ 10⁻³ ക്യാൻസൽ ആവും. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 13.6 ഇൻറ്റു 2. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 27.2. So that is option 3 is the right answer. Question number 28, option 3 is the right answer. Next is question number 29. Two conducting slab of heat conductivity 4K1 and 2K2 are joined as shown in figure. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ദ ഫൈനൽ ടെമ്പറേച്ചർ QM. ഓക്കെ, ജംഗ്ഷനിലെ ടെമ്പറേച്ചറാണ് വേണ്ടത്. രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആണ്. സോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ? എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? K1 T1 L1 പ്ലസ് K2 T2 L2 ഡിവൈഡഡ് ബൈ K1 L2 പ്ലസ് K2 L1. ഇങ്ങനെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ലെങ്ത്ത് എല്ലാത്തിനും സെയിം ആണ്. ഈ ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ ഈ എല്ലും കോമൺ ആക്കി പുറത്തേക്ക് വരും. ഈ എല്ലും കോമൺ ആക്കി പുറത്തേക്ക് വരും. അത് കട്ടായി പോകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളുടെ കണ്ടക്ടിവിറ്റി 4K1, അതിൻ്റെ ടെമ്പറേച്ചർ θ1 പ്ലസ് 2K2 θ2 ഡിവൈഡഡ് ബൈ ലെങ്ത്ത് കട്ടായി പോയാൽ 4K1 പ്ലസ് 2K2. ശരിയല്ലേ? ഈ 4ഉം 2ൽ നിന്നും 2 പുറത്തേക്ക് എടുത്താൽ 2K1 Q1 പ്ലസ് K2 Q2 ഡിവൈഡഡ് ബൈ ഇവിടെ 2 പുറത്തേക്ക് എടുത്താൽ 2K1 പ്ലസ് K2. 2 കട്ടായി പോകും. അപ്പോൾ ഏതാ ആൻസർ വരിക? നോക്കൂ, 2K1 Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ 2K1 പ്ലസ് K2. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? 30th ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഫോളോയിങ് PV ഡയഗ്രാം two adiabatic and 2 isothermal processes are there. TP and TQ are the temperature at 2 different positions. TP and TQ temperature at 2 different positions. Aയും Dയും വോളിയൂംസും ആണ്. ഫൈൻ VA ഡിവൈഡഡ് ബൈ VD. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഈ അഡിയബാറ്റിക് പ്രോസസ്സ് എടുക്കാതെ ഈ ഒരു അഡിയബാറ്റിക് പ്രോസസ്സും ഇവിടെയുള്ള അഡിയബാറ്റിക് കംപ്രഷനും എടുക്കാം. എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ അറിയില്ല. അപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്ത രണ്ട് പ്രോസസ്സിൽ ഒന്ന് എക്സ്പാൻഷൻ ഒന്ന് കംപ്രഷനുമാണ്. രണ്ടും അഡിയബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ ഇൻറ്റു വോളിയം റേസ് ടു ഗാമ -1 ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് temperature of B, volume of B, gamma raised to -1 is equal to temperature at C, volume at C
റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് ബി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ അറ്റ് സി ഈസ് ഈക്വൽ ടു വോളിയം അറ്റ് സി റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ, നമുക്ക് റേസ് ടു ഗാമ മൈനസ് 1 കോമൺ ആക്കിയിട്ട് കൊടുക്കാം, ഡിവൈഡഡ് ബൈ ഇത് ടി സി ഇങ്ങോട്ടേക്ക് വരും, വി ബി താഴേക്ക് പോകും, ശരിയല്ലേ. വോളിയം അറ്റ് ബി ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എഴുതി നോക്കുക. രണ്ടാമത്തെ പ്രോസസ്സ് നോക്കൂ, ഇവിടെ നോക്കാം. ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് ബി ടെമ്പറേച്ചർ അറ്റ് ഡി വോളിയം അറ്റ് ഡി, ശരിയല്ലേ. റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് എ വോളിയം അറ്റ് എ റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് ഡി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ അറ്റ് എ ഈസ് ഈക്വൽ ടു വോളിയം അറ്റ് എ ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് ഡി ഹോൾ റേസ് ടു ഗാമ മൈനസ് 1, ശരിയല്ലേ. ക്ലിയർ അല്ലടാ? അപ്പോൾ നോക്ക്, ഇവിടെ ഇത് ഐസോതെർമൽ പ്രോസസ്സാണ്. സോ ഈ രണ്ട് പോയിന്റിലെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, എൻ്റെയും ബിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ അറ്റ് എ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് ബി ബിക്കോസ് ഇറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്സ്. അതുപോലെ ഡിയിലെയും സിയിലെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും, കാരണം അത് ഐസോതെർമൽ പ്രോസസ്സാണ്, ആ പ്രോസസ്സിൽ ടെമ്പറേച്ചർ മാറില്ല. സോ ടെമ്പറേച്ചർ അറ്റ് ഡിയും ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് സി. അപ്പോൾ ഇവിടെ ഡി സി എന്ന ഫോമിലാണ്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ബി സി എന്ന് പറയുന്ന ഫോമിലാണ്. നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഇക്വേഷനിൽ ടെമ്പറേച്ചർ അറ്റ് ഡിക്ക് പകരം നമുക്ക് സി കൊടുക്കാം, ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ അറ്റ് എക്ക് പകരം ടെമ്പറേച്ചർ അറ്റ് ബി കൊടുക്കാം, ടെമ്പറേച്ചർ അറ്റ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ ഡിവൈഡഡ് ബൈ വി ഡി ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. ഓക്കെ, ഒന്നുമില്ലടാ, ഈ എൻ്റെയും ബിൻ്റെയും ടെമ്പറേച്ചറും ഡിൻ്റെയും സിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഞാനത് ആ പേരുകൾ ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്തെന്നുള്ളൂ. ഇവിടെ ഡി ബൈ എ ആണ്, ഡിക്ക് പകരം സി കൊടുത്തു, ഇതാ ഡിക്കും സിക്കും ഒരേ ടെമ്പറേച്ചറാണ് ബിക്കോസ് ഡി സി എന്ന് പറഞ്ഞ പ്രോസസ്സ് ഐസോതെർമലാണ്. എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, ബി എന്നും കൊടുത്തു. ഓക്കെ, ഇവിടെ ടി ബി ബൈ ടി സി എന്നാണ്, ഇവിടെ ടി സി ബൈ ടി ബി ആണ്. അപ്പോൾ അതിൻ്റെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എഴുതാം, ടി ബി ഡിവൈഡഡ് ബൈ ടി സി സി ഈക്വൽ, ഇവിടെയും തിരിച്ചിടുക, വോളിയം ഡി ഡിവൈഡഡ് ബൈ വോളിയം എ അല്ലേ, എ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ ഇത് നോക്കൂ, ടി ബി ബൈ ടി സി ആണ്, ഇതും ടി ബി ബൈ ടി സി ആണ്. അപ്പം ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കാരണം രണ്ടിൻ്റെയും എൽ എച്ച് എസ് സെയിം ആണ്. അപ്പോൾ അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വോളിയം അറ്റ് സി ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് ബി ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു, അപ്പുറത്ത് എന്താ വരിക, വോളിയം ഓഫ് ഡി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എ ഗാമ മൈനസ് 1. ഇത് രണ്ടിൻ്റെയും പവർ നമുക്ക് ക്യാൻസൽ ചെയ്യാം, രണ്ടും ഒരേ പവർ അല്ലേ. അപ്പോൾ വോളിയം അറ്റ് സി ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് ബി is equal to വോളിയം അറ്റ് ഡി ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് എ. നമുക്ക് വേണ്ടത് എ ഡിവൈഡഡ് ബൈ ഡി ആണ്, ശരിയല്ലേ? എ ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ ഈ എനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം, സീനെ താഴത്തേക്ക് കൊണ്ടുപോവാം. വോളിയം അറ്റ് എ ഡിവൈഡഡ് ബൈ അല്ല സോറി, നമുക്ക് വേണ്ടത് വോളിയം അറ്റ് എ ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ചിട്ടാൽ മതി, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ വോളിയം അറ്റ് എ ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് ഡി is equal to ഇവിടെയും തിരിച്ചിടുക, വോളിയം അറ്റ് ബി ഡിവൈഡഡ് ബൈ വോളിയം അറ്റ് സി. അപ്പോൾ വി എ ഡിവൈഡഡ് ബൈ വി ഡി എന്ന് പറയുന്നത് വി ബി ബൈ വി സി ആണ്. വി ബി ബൈ വി സി ഏതാ? ഓപ്ഷൻ 1, ശരിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 30 ഓപ്ഷൻ 1 ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ പ്രോസസ്സാണ്. ആ എ ബി എന്ന് പറഞ്ഞ ടേംസുകളൊന്ന് മാറ്റി എഴുതാൻ അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ കാൽക്കുലേഷൻ പ്രശ്നങ്ങളൊന്നും അതിലില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 31. A body executes simple harmonic motion. The potential energy PE and kinetic energy KE, the total energy TE are measured. Function of displacement. Okay, which of the following statement is true എന്നാണ് ചോദിച്ചത്. Total energy 0 at x is equal to 0. തെറ്റാണ്, കാരണം ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്, മാറില്ല. പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. തെറ്റാണ്. കൈനറ്റിക് എനർജി ആണ് മീൻ പൊസിഷനിൽ മാക്സിമം ആവുക. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ശരിയാണ്. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം അറ്റ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം. എക്സ് മാക്സിമം ആണ്, എക്സ്ട്രീം എൻഡിൽ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ഇസ് റൈറ്റ് ആൻസർ. നമ്പർ 31 ഓപ്ഷൻ 3 ഇസ് റൈറ്റ് ആൻസർ. 32. The fundamental note produced by a closed organ pipe is F. Closed organ pipeൻ്റെ ഫ്രീക്വൻസി V, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/4L ആണ്. The fundamental note produced by open organ pipe of same length. ഓപ്പൺ ഓർഗൻ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/12 ആണ്. എന്ന് വെച്ചാൽ V/4Lനെ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് V/12 എന്ന് കിട്ടും. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ പൈപ്പ്. ഇത് ഓപ്പൺ അല്ലേ? Open pipe is equal to 2 times of fundamental frequency of closed pipe. So that is option 3 is the right answer. Question number 33. The repulsive force between two equal charge Q is F. If the force is reduced by 25%, how much charge is transferred from first to second? This option നോക്കി നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. അപ്പോൾ നോക്കൂ, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് K(Q²/R) ആണ്. ഇത് Q, ഇത് Q. ഇതിൽ ട്രാൻസ്ഫർ നടന്നപ്പോൾ ഫോഴ്സ് 25% കുറഞ്ഞു. 25% കുറയുക എന്ന് പറഞ്ഞാൽ ഫോഴ്സിൽ നിന്നും 25% പോയി. അപ്പോൾ ഫോഴ്സ് ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 75% ഉള്ളൂ. അപ്പോൾ F' എത്ര ആയിട്ട് മാറി? 3F/4 ആയിട്ട് മാറി. അപ്പോൾ 3F/4 ആവണമെങ്കിൽ എത്ര ചാർജ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓപ്ഷൻ 3 എടുത്ത് ചെക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഓരോന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് റൂട്ടില്ലാത്ത നമ്പർ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് 3 എടുത്ത് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ Qയിൽ നിന്നും Q/2 ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ Qവിൻ്റെ പകുതി അങ്ങോട്ടേക്ക് പോയാൽ ആ ചാർജ് Q/2 ആയി. ഈ Qന് ഓൾറെഡി ആ Q ഉണ്ട്, ഈ ചാർജിൻ്റെ പകുതിയും കൂടെ കിട്ടി. അപ്പോൾ ഓൾറെഡി ഉള്ള Qവും പിന്നെ ഒരു പകുതിയും കൂടെ കിട്ടി. അപ്പോൾ Q + Q/2, അപ്പോൾ 3Q/2 വന്നു. ഇനി വരും നമ്മളുടെ ഫോഴ്സ്, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് റിമൈൻസ് നേരത്തെ അതേ ഡിസ്റ്റൻസ് തന്നെ. അപ്പോൾ F' എത്ര ആവും? K(Q²) അല്ല Q² അല്ല, Q(Q1 × Q2) Q/2 × 3Q/2/R². അപ്പം R² ഉണ്ട്. അപ്പം F' is equal to K(Q²) Q(Q) ഇൻറ്റു ഇവിടെ 3 ഉണ്ട്, 2 × 2 4 ഉണ്ട്, 3/4 of R². അപ്പോൾ F' എത്രയായി? ഈ K(Q²/R) എന്ന് പറഞ്ഞാൽ R² എന്ന് പറഞ്ഞാൽ പഴയ ഫോഴ്സ് അല്ലേ? അപ്പോൾ F' എത്രയായി? 3F/4 ആയി. അപ്പോൾ 3F/4 ആയി എന്ന് പറഞ്ഞാൽ 75% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 25% കുറഞ്ഞു. അപ്പോൾ 25% കുറയാൻ എത്ര ചാർജ് ട്രാൻസ്ഫർ ആവണം? Q/2 ട്രാൻസ്ഫർ ആവണം. ശരിയല്ലേ? അപ്പോൾ 33 ഓപ്ഷൻ 3 is the right answer. 34. 2 point charge plus Q and Q/2 are placed on x-axis such that Q is at origin and Q/2 at x is equal to 4. അപ്പോൾ നോക്കൂ, പ്ലസ് Q ഒറിജിനിൽ, പിന്നെ ഒരു Q/2 4 ഇവിടെ 4 cm. A third charge minus Q is placed on x-axis so that the potential energy of 3 charge system same as the potential energy for the infinite separation. The x coordinate of minus Q is. Okay. അതായത് ഒരു തേർഡ് ചാർജ് ഇവിടെ എവിടെയോ പ്ലേസ് ചെയ്തു. ഒരു തേർഡ് ചാർജ് വെച്ച ചാർജ് മൈനസ് Q ആണ്. അത് ഇവിടെ എവിടെയോ പ്ലേസ് ചെയ്തു. അത് പ്ലേസ് ചെയ്ത സ്ഥലം ഇവിടെ എവിടെയോ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഓപ്ഷൻസ് എല്ലാം നോക്കിയാൽ 10ഉം 17 ഒക്കെ അതൊക്കെ 4നേക്കാൾ കൂടുതലാണ്. ഇവിടെ എവിടെയോ ആണ് വെച്ചിട്ടുണ്ടാവുക. ആ വെച്ച ഡിസ്റ്റൻസിന് ഞാൻ x എഴുതി. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് വരിക x-4 ആണ്. അങ്ങനെ വെച്ചപ്പോൾ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സെയിം ആസ് ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ വെച്ച പൊട്ടൻഷ്യൽ എനർജി. ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ ഇൻഫിനിറ്റി സെപ്പറേഷനിൽ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ച സമയത്ത് ഈ ഒരു -Q ചാർജ് x ഡിസ്റ്റൻസിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. അങ്ങനെയെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നോക്കാം, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഒന്ന് പ്ലസ് Q, രണ്ടും പ്ലസ് ആണല്ലേ, 2 point ചാർജ് പ്ലസ് Q ആൻഡ് Q/2. ഓക്കെ, അപ്പം അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി K(Q²/2 × 4). ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, കാരണം അത് ഇക്വേറ്റ് ചെയ്ത് 0 ആക്കാനുള്ളതല്ലേ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ചാർജിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ഈ രണ്ട് ചാർജ്, ഇത് Q, ഇത് -Q, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് x. അപ്പോൾ പ്ലസ് K(Q²/x). അടുത്ത് നമ്മൾ ഈ രണ്ട് ചാർജ്, ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആണ്. ഇത് മൈനസ് വരും, കാരണം ഈ രണ്ട് ചാർജ് ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും അല്ലേ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും. ഓക്കെ, ഇനി അടുത്തത് ഇത് പ്ലസ്സും ഇത് മൈനസും ആണ്, വീണ്ടും ഒരു മൈനസ് വരും. മൈനസ് K(Q²/2 × x - 4).
ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ മൈനസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ കെ ക്യൂ സ്ക്വയർ ബൈ 8 ഈസ് ഈക്വൽ ടു ഈ മൈനസും ഇങ്ങോട്ട് വന്നാൽ രണ്ടും പ്ലസ് ആവും. കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് പ്ലസ് കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x മൈനസ് 8. ഓക്കെ, അപ്പോൾ ഈ കെ ക്യൂ സ്ക്വയർ കട്ട് ചെയ്തു. ബാക്കി ഉണ്ടാവുക 1/8 ഈസ് ഈക്വൽ ടു 1/x പ്ലസ് 1/2x മൈനസ് 8. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1/8 ഈസ് ഈക്വൽ ടു 2x മൈനസ് 8 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 2x മൈനസ് 8. ഓക്കെ, അപ്പോൾ 2 ഈ ടേം ഇങ്ങോട്ടേക്ക് വരും, അതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2x സ്ക്വയർ മൈനസ് 8x ഈസ് ഈക്വൽ ടു ഈ ടേം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 16x മൈനസ് പ്ലസ് 8x വരും. ശരിയല്ലേ? By solving this, you will get approximately x is equal to 13. That is option 3 is the right answer. Question number 34, option 3 is the right answer. Next, question number 35. The capacitance C1 and C2 are connected in parallel. The equivalent capacitance will be. Capacitors parallel ആയിട്ട് കണക്ട് ചെയ്താൽ C1 ഉം C2 ഉം parallel ആയിട്ട് കണക്ട് ചെയ്താൽ effective will be equal to C1 plus C2. That is option 1 is the right answer. Next question number 36. In an experiment, A, B, C, D are measured with the percentage error 1, 2, 3 and 4%. The relative error in quantity P ആണ്. Pയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും എറർ അവിടെ പെർസെൻറ്റേജ് എറർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് എറർ 1 ആണ്. ബട്ട് A raised to 3 ഉള്ളത് കൊണ്ട് 3 into 1 plus B raised to 2 ആണ്. അപ്പോൾ 2 into 2ൻ്റെ പെർസെൻറ്റേജ് എറർ 2 plus സിക്കും ഡിക്കും പവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിൻ്റെ പെർസെൻറ്റേജ് എറർ 3 പ്ലസ് ഡിൻ്റെ പെർസെൻറ്റേജ് എറർ 4. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇക്വേഷൻ്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും പെർസെൻറ്റേജ് എറർ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 4 plus 4 8 plus 6, that is equal to 14%. So that is option 3 is the right answer. Question number 36, option 3 is the right answer. Question number 37. Near the earth surface, the time period of a satellite is 1.4 hours. അപ്പോൾ ആദ്യത്തെ സർഫസിനോട് ചേർന്ന് കിടക്കുന്നത്, ഇപ്പോൾ എർത്ത് ആണെങ്കിൽ എർത്ത് സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സാറ്റലൈറ്റ്. അപ്പോൾ ആ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസ് എർത്തിൻ്റെ റേഡിയസിന് സിമിലർ ആയിട്ട് വരും, കാരണം സർഫസിനോട് അടുത്തല്ലേ. അതിൻ്റെ ടൈം പീരീഡ് ലെറ്റ്സ് സേ T1, ദാറ്റ് ഈസ് 1.4 hours ആണ്. അടുത്തത് ടൈം പീരീഡ് if it is at a distance of 4r from the center of earth. അപ്പോൾ രണ്ടാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് 4r ആണ്. അപ്പോൾ ഓർബിറ്റൽ റേഡിയസ് 4r വരും. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി നോ ദാറ്റ് T1 ഡിവൈഡഡ് ബൈ T2 സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആ സെമി മേജർ ആക്സിസ് റേഡിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ എടുക്കണം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ക്യാൻസൽ ആയി പോകും. സോ T1 ബൈ T2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R1 ബൈ R2 ദി ഹോൾ സ്ക്വയർ. ആദ്യത്തെ ഓർബിറ്റൽ റേഡിയസ് RN ആണ്, സർഫസ് സാറ്റലൈറ്റ് ആണ്. രണ്ടാമത്തെ റേഡിയസ് 4r വരും, ഹോൾ റേസ് ടു 3. ഇവിടെ ആറും കട്ടാവും. അപ്പം നമുക്ക് ഈ സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഹോൾ റേസ് ടു 1/2 നിട്ടു. അപ്പോൾ ഹോൾ റേസ് ടു 1/2 ഞാൻ ഇവിടെ ഇട്ടു. അപ്പോൾ ഈ 2 കട്ടായി പോവും. അപ്പോൾ T1 ഡിവൈഡഡ് ബൈ T2 ഇസ് ഈക്വൽ ടു 1/4 റേസ് ടു 3. ഇവിടെ റേസ് ടു 3 ഹോൾ റേസ് ടു 1/2. അപ്പോൾ റേസ് ടു 3/2 എന്ന് വരും. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു T2നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ 4 റേസ് ടു 3/2 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു T1 into 4 raised to 3/2. Any number raised to 3/2. We know that x raised to 3/2 എന്ന് പറയുന്നത് x root x ആണ്. അതെങ്ങനെയെന്നുള്ളത് അറിയാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. x raised to 3/2 നമുക്ക് ഇങ്ങനെ എഴുതാം. x raised to 3 whole raised to 1/2. x raised to 3നെ നമുക്ക് x square into x എന്ന് എഴുതാം, whole raised to 1/2. അപ്പോൾ x square raised to 1/2 എന്ന് പറഞ്ഞാൽ x itself. x raised to 1/2 എന്ന് പറയുമ്പോൾ root x. അപ്പോൾ 4 raised to 3/2 ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x raised to 3/2 x root x ആണ്. അപ്പോൾ 4 raised to 3/2 4 root 4. ശരിയല്ലേ? അപ്പോൾ T2 is equal to T1 1.4 ആണ് ഇൻറ്റു 4
√2. അപ്പോൾ 4 ഇൻറ്റു √4 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 4 8 വരും. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1.4. 1.4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തണം. 1.4 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇപ്പം നമുക്ക് കിട്ടിയ 1.4 ഇൻറ്റു 8 ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ 1.4 എന്ന് പറയുന്നത് √2ൻ്റെ വാല്യൂ ആണ് 1.41 എന്ന് പറയുന്നത്. അപ്പോൾ 1.4നെ √2 കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 8 √2 hours ആണ് T2 വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അത് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 37 ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 38. എ കണ്ടെയ്നർ ഇസ് ഫിൽഡ് വിത്ത് വിസ്കസ് ലിക്വിഡ് ഇസ് മൂവിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് വെലോസിറ്റി 3v0. അപ്പോൾ ആ കണ്ടെയ്നർ ഇറ്റ് സെൽഫ് താഴേക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യല താഴേക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് 3v0. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ. ഇപ്പോൾ ആക്സലറേഷൻ ഇല്ല, ഫോഴ്സ് ഒന്നുമില്ല, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. At the distance shown, the sphere of radius r is moving vertically downward with a velocity verum v0. The coefficient of viscosity is eta. There is no relative motion between the liquid and the container. അപ്പോൾ ലിക്വിഡ് കണ്ടെയ്നർ ആണെന്ന് മൂവ് ചെയ്യുകയോ ഇളകുകയോ ഒന്നും ചെയ്യുന്നില്ല. There is no relative motion between liquid and container. Then at shown that instant, the magnitude of viscous force acting on the sphere. സ്റ്റോക്സ് ലോ പ്രകാരം വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 6 pi eta r v ആണ്. v എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി ആണ്, ആ കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ കണ്ടെയ്നറും ഒബ്ജക്റ്റും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടെയ്നറിനെ നമ്മൾ റെസ്റ്റിലാക്കി ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. സോ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് 3v0 മൈനസ് v0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2v0. അപ്പോൾ നമ്മൾ ഇൻ ദ സെൻസ് ഞാൻ അവിടെ മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡിനെ റെസ്റ്റിലാക്കി, ആ കണ്ടെയ്നറിനെ റെസ്റ്റിലാക്കി ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. അപ്പോൾ നമുക്ക് 2v0 കിട്ടി. അതെടുത്ത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f ഇസ് ഈക്വൽ ടു ആ 2ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 pi eta r v0 എന്ന് കിട്ടും. 12 pi eta r v, ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ വൈസ് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 38. ഇനി നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ വൈസ് ചിന്തിക്കുകയാണെങ്കിൽ നോക്കൂ, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് താഴോട്ടേക്ക് വിത്ത് വെലോസിറ്റി v0 ആണ്. പക്ഷേ ആ ഒബ്ജക്റ്റിനേക്കാൾ വേഗത്തിൽ കണ്ടെയ്നർ എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി 3v0. അപ്പോൾ ആസ് എ റിസൾട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വരിക മുകളിലേക്കാണ്. അതായത് ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്ന ഒരു എഫക്റ്റാണ് അവിടെ ഉണ്ടാവുക. ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക. കാരണം ഒബ്ജക്റ്റ് താഴേക്ക് പോകുന്നതിനേക്കാൾ സ്പീഡിൽ കണ്ടെയ്നർ താഴോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കുമ്പോൾ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ, റിലേറ്റീവ് വെലോസിറ്റി എടുക്കുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് മൈനസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ സ്ഫിയർ വിത്ത് റെസ്പെക്ട് ടു കണ്ടെയ്നർ ആകുമ്പോൾ വെലോസിറ്റി ഓഫ് ദ സ്ഫിയർ മൈനസ് 3v0. അപ്പോൾ നമുക്ക് മൈനസ് ഓഫ് 2v0 എന്നാണ് മാഗ്നിറ്റ്യൂഡ് വൈസ് കിട്ടുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പുറത്ത് മൈനസ് വരും. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ മൈനസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് തുടക്കത്തിൽ അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പോൾ ഈ മൈനസ് 2v0 അല്ല മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സ്ഫിയർ മുകളിലേക്ക് പോകുന്നതായിട്ടാണ്. സോ ആക്ച്വലി സ്ഫിയർ താഴേക്കാണ് പോകുന്നതെങ്കിലും റിലേറ്റീവ്ലി നമ്മൾ ഔട്ട്സൈഡ് നിന്നിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിൽ കണ്ടെയ്നർ താഴോട്ടേക്ക് പോകുന്നത് കൊണ്ട് ഒബ്ജക്റ്റ് 2, അതായത് ഇതിപ്പോൾ v0 സ്പീഡിൽ താഴേക്ക് പോകണം. ഒരു സെക്കൻഡിൽ എക്സ് ഡിസ്റ്റൻസ് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ ഒരു സെക്കൻഡിൽ 3x ഡിസ്റ്റൻസ് താഴേക്ക് പോയി. അപ്പോൾ റിലേറ്റീവ്ലി ഒബ്ജക്റ്റ് താഴേക്ക് പോയതിനേക്കാൾ 2x കണ്ടെയ്നർ താഴേക്ക് പോയി. ശരിയല്ലേ? ഒബ്ജക്റ്റ് എക്സ് ഡിസ്റ്റൻസ് വിത്തിൻ ടി ടൈം, അതേ ടൈം കൊണ്ട് കണ്ടെയ്നർ 3x ഡിസ്റ്റൻസ് താഴേക്ക് പോയിട്ടുണ്ടാവും. കാരണം അതിൻ്റെ വെലോസിറ്റി 3v0 ആണ്. അപ്പോൾ റിലേറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് 2x ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയ എഫക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ കണ്ടെയ്നറിനെ റെസ്റ്റിലാക്കി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എനിവേ ആൻസർ ഇസ് ഓപ്ഷൻ 2. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 39. Steam 100 degree Celsius passed into 22 gram of water at 20 degree Celsius. The mass of water that will present when the water acquires a temperature of 90 degree Celsius. ഓക്കെ, 100 gram steam എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിലല്ല, ഗ്യാസ് സ്റ്റേറ്റിലാണ് 100 gram steam. അത് പാസ്ഡ് ത്രൂ 22 gram ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടർ 20 degree Celsiusൽ നിന്നും 90 degree Celsiusലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്തു. അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടിയെങ്കിൽ വെള്ളത്തിന് ഹീറ്റ് എനർജി കിട്ടി. അത് കിട്ടിയത് സ്റ്റീമിൽ നിന്നായിരിക്കും. അപ്പോൾ വെള്ളത്തിന് എത്ര ഹീറ്റ് എനർജി കിട്ടിയെന്ന് ആദ്യം കണ്ടുപിടിക്കുക. സോ വാട്ടറിന് കിട്ടിയ ഹീറ്റ് എനർജി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്തത്. സ്റ്റേറ്റ് മാറിയിട്ടില്ല. അപ്പോൾ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി ms ഡെൽറ്റ ടി. സോ വാട്ടർ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി ഈസ് ഈക്വൽ ടു, സ്റ്റേറ്റ് മാറുന്നില്ല, ടെമ്പറേച്ചർ മാത്രമേ മാറുന്നുള്ളൂ. സോ ms ഡെൽറ്റ ടിയിൽ m ഈസ് ഈക്വൽ ടു
22 gram into specific capacity of water is 1, change in temperature 20 degree Celsius 90 degree Celsius 90 minus 20 that is 70. So absorb the heat energy is equal to 22 into 70. 22 into 7 that is 154 അപ്പോൾ 0 അപ്പോൾ 1540 കലോറി എനർജി വാട്ടറിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വാട്ടർ 22 ഗ്രാം വെള്ളം 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 90 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ കാരണം വെള്ളത്തിന് 1540 കലോറി എനർജി കിട്ടിയതുകൊണ്ടാണ്. അത് എവിടുന്നാണ് കിട്ടിയത്? സ്റ്റീം പാസ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ സ്റ്റീമിൽ നിന്ന് അത്രയും എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്റ്റീമിൽ നിന്ന് അത്രയും എനർജി റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്യൂ പാർട്ട് ഓഫ് സ്റ്റീം എന്തായിട്ടുണ്ടാവും? കണ്ടൻസ്ഡ് ആയിട്ടുണ്ടാവും. കാരണം എനർജി കുറയുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ഗ്യാസ് സ്റ്റേറ്റ് നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമല്ലോ. അപ്പോൾ കണ്ടൻസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എത്ര സ്റ്റീം കണ്ടൻസ്ഡ് ആയി നോക്കാം. അപ്പോൾ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് സ്റ്റീമിൽ നിന്ന് പോയത്, ദാറ്റ് ഇസ് 1540. അത് സ്റ്റീമിൽ നിന്ന് പോയി. അപ്പോൾ സ്റ്റീമിൽ നിന്ന് റിലീസ് ചെയ്ത എനർജി ദാറ്റ് ഇസ് 1540. എത്ര മാസ് സ്റ്റീം കണ്ടൻസ്ഡ് ആയിട്ടുണ്ടാവും ഇൻറ്റു 1 ഗ്രാം സ്റ്റീം കണ്ടൻസ്ഡ് ആവാൻ വേണ്ട എനർജി 540 ആണ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. അപ്പോൾ ഇത്രയും എനർജി വാട്ടറിന് കിട്ടിയിട്ടുണ്ട് ഫ്രം സ്റ്റീം. അപ്പോൾ സ്റ്റീമിൽ നിന്ന് ഇത്രയും എനർജി റിലീസ് ആയിട്ടുണ്ട്. 1 ഗ്രാം സ്റ്റീം കണ്ടൻസ്ഡ് ആയാൽ നമുക്ക് 540 എനർജിയാണ് റിലീസ്ഡ് ആവുക. അപ്പോൾ 1540 എനർജി റിലീസ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഗ്രാം സ്റ്റീം കൺവേർട്ടഡ് ആയിട്ടുണ്ടോ, എത്ര ഗ്രാം സ്റ്റീം വേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ 1550 ഡിവൈഡ് ബൈ 540. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എം. അപ്പം എം ഇസ് ഈക്വൽ ടു 154 ഡിവൈഡ് ബൈ 54. 150/50 ആണെങ്കിൽ നമുക്ക് 3 കിട്ടുക. അപ്പോൾ 3നേക്കാൾ ഒരു അല്പം കുറവായിരിക്കും. ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഓപ്ഷൻ നോക്കുമ്പോൾ 2.8 ആയിരിക്കും. 2.8 ഗ്രാം സ്റ്റീം വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി അവിടെയുള്ള 22 ഗ്രാം വെള്ളവും ഈ കൺവേർട്ടഡ് ആയ 2.8 ഗ്രാം വെള്ളവും കൂടെ കൂടി ചേർന്നാൽ ടോട്ടൽ മാസ് 22 + 2.8 24.8 will be the answer. That is option 1. Question number 39, option 1 is the right answer. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 40. The pressure versus temperature graph of an ideal gas shown in figure. Choose the wrong statement എന്നാണ് പറഞ്ഞത്. സോ ഫസ്റ്റ് പ്രോസസ്സ് നോക്കൂ, റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് വേണ്ടത്. ഫസ്റ്റ് പ്രോസസ്സ് നോക്കൂ, പ്രഷർ വാരി ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റൻറ്റ്, എക്സ് ആക്സിസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ 1 നോക്കുമ്പോൾ PV ഈസ് ഈക്വൽ ടു nRT. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി വോളിയം ഡിക്രീസ് ആവും ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഐസോതെർമൽ പ്രോസസ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. വോളിയം കുറയുന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുന്നുണ്ട്, അപ്പോൾ വോളിയം കുറയും. വോളിയം കുറയുന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടും. സോ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് ഇൻ ഗ്രാഫ് 1. അത് കറക്റ്റാണ്. രണ്ടാമത്തെ നോക്കൂ, പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ PV ഈസ് ഈക്വൽ ടു nRT. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P ഈസ് ഈക്വൽ ടു nRT ഡിവൈഡഡ് ബൈ V. അപ്പോൾ അതിൽ N R ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് T ഡിവൈഡഡ് ബൈ V ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, T ഡിവൈഡഡ് ബൈ V ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ നോക്കൂ, ഇങ്ങനെ ഗ്രാഫ് പോകുന്നത്, അതിൻ്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വോളിയം ഇൻക്രീസ് ചെയ്യും, എങ്കിലേ T/V ഒരു കോൺസ്റ്റൻ്റ് ആവുള്ളൂ. വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി എന്താവുന്നുണ്ടാവും? ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് മാസ് ബൈ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. സോ രണ്ടാമത്തെ ഗ്രാഫിൽ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് ഡിക്രീസിങ്, ദാറ്റ് ഈസ് ഓപ്ഷൻ. രണ്ടാമത്തെ ഗ്രാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. ദെൻ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ്, മൂന്നാമത്തെ നോക്കൂ, പ്രഷറും ടെമ്പറേച്ചറും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ P/T അല്ലേ, P/T കോൺസ്റ്റൻ്റ് ആണ്. P/T കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നോക്കൂ, PV ഈസ് ഈക്വൽ ടു nRT. അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു nRT ഡിവൈഡഡ് ബൈ V. അപ്പോൾ T ഡിവൈഡഡ് ബൈ V ഈസ് എ കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? അപ്പം നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PV ഈസ് ഈക്വൽ ടു nRTയിൽ ഈ Nന് നമുക്ക് എന്ത് ചെയ്താം? P ഇൻറ്റു V ഈസ് ഈക്വൽ ടു, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു RT. അപ്പം ആ വോള്യത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ വോള്യം വന്നു ഇൻറ്റു മോളാർ മാസ് RT. മോളാർ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ യെസ്. അപ്പം ഇവിടെ മാസ് ബൈ വോള്യം എന്താവും? ഡെൻസിറ്റി ആവും. അപ്പോൾ പ്രഷർ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ M0 RT.
ശരിയല്ലേ? അപ്പോൾ നമുക്ക് പ്രഷർ ഡിവൈഡഡ് ബൈ ആർ ടി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ m0. അപ്പോൾ പി ഡിവൈഡഡ് ബൈ ടി ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിപ്പോൾ എഴുതി വന്നതിൽ നമുക്ക് കിട്ടിയത് പി ബൈ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. പ്രഷർ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടി. അപ്പോൾ പ്രഷർ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഈ ടേം മൊത്തം കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ ഡെൻസിറ്റി എന്തായിട്ട് നിലനിൽക്കണം? കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കണം. അപ്പോൾ ഗ്രാഫ് 3ൽ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഗ്രാഫ് 3 പറയുന്നതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഈ കൂട്ടത്തിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ നൺ ഓഫ് ദിസ്, ഈ കൂട്ടത്തിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ നൺ ഓഫ് ദിസ് ആണ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 40 ഓപ്ഷൻ 4 is the right answer. Question number 41. A small body of mass 0.10 kilogram executing SHM of amplitude 1. Time period is given 0.2 seconds. The maximum force acting on it. Maximum force എന്ന് പറയുമ്പോൾ F max is equal to mass into maximum acceleration. അപ്പം maximum force is equal to mass into maximum acceleration എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ y ആണ് ആക്സിലറേഷൻ. ഒമേഗ സ്ക്വയർ y അത് മാക്സിമം ആക്സിലറേഷൻ ആണെങ്കിൽ എക്സ്ട്രീം എൻഡിൽ എത്തണം. ഒമേഗ സ്ക്വയർ a. ഓക്കെ, അപ്പോൾ മാസ് 0.1 ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. അതിൻ്റെ സ്ക്വയർ വരണം. അപ്പോൾ 2π/0.2 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് 1 ആണ് അല്ലേ, ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 0.1 ഇൻറ്റു 2നെ സ്ക്വയർ ചെയ്താൽ 4 കിട്ടും. പൈനെ സ്ക്വയർ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 9.8 ആണ്. ഡിവൈഡഡ് ബൈ 0.2നെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 0.2നെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എത്ര ആയിട്ടാ? 0.04 അല്ലേ, ശരിയല്ലേ? 0.04 0.2നെ 2 × 10⁻⁻1 ചെയ്താൽ മൈനസ് സ്ക്വയർ ചെയ്താൽ 4 × 10⁻². എക്സാക്ട്ലി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിൽ 10 കൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 0.1 അപ്പോൾ ഇവിടെ 10 വരും. 10 × 4 × 9.8 വരും. ഡിവൈഡഡ് ബൈ താഴെ 4 വരും. 4ഉം 4ഉം കട്ടാവും. ഈ 0.04ന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആവുമല്ലോ. അപ്പോൾ 4ഉം 4ഉം കട്ടാവും. 10 × 9.8 ദാറ്റ് ഇസ് 98.596. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് 98.596. ദാറ്റ് ഇസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 41 ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. Question number 42. An electric dipole is placed at an angle of 30 degrees with external electric field intensity 2 × 10⁵. It experience a torque of 4 Newton per meter. Calculate the charge on the dipole if the length is 2 centimeter. അപ്പോൾ നമുക്ക് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാം. ടോർക്ക് എത്ര? 2 × 10⁵. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. സോറി, ടോർക്ക് അതല്ലല്ലോ. ടോർക്കിൻ്റെ വാല്യൂ എത്ര? ടോർക്ക് 4 അല്ലേ, 4 ന്യൂട്ടൺ മീറ്റർ അല്ലേ. സോ 4 ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് പി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് 2 × 10⁵ ഇൻറ്റു സൈൻ 30 ദാറ്റ് ഇസ് 1/2. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഡൈപോൾ 10⁵ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 10⁵ ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ്. 4 × 10⁻⁵ ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 1 ഓഫ് ദ ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. ഇവിടെ ഡൈപോൾ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് 2 × 10⁻². -2 -5ഉം കട്ട് ചെയ്താൽ അവിടെ -3 എന്ന് കിട്ടും. ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. അപ്പോൾ Q ഈസ് ഈക്വൽ ടു 2 × 10⁻³ -3 എന്ന് കിട്ടും. -3 എന്ന് പറയുമ്പോൾ നമുക്കതിനെ മില്ലി എന്ന് എഴുതാം. അപ്പോൾ 2 milli coulomb. ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 42 ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. 43. The internal resistance of 2.1 volt cell which gives a current of 0.2 ampere through a resistance of 10 ohm. നമ്മളൊരു സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. കറണ്ട് 0.2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.1 ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് 6 പ്ലസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 10 ആണ്, ശരിയല്ലേ? അപ്പോൾ R + 10 ഈസ് ഈക്വൽ ടു 2.1 ഡിവൈഡഡ് ബൈ 2. സോ R + 10 ഈസ് ഈക്വൽ ടു മുകളിലും താഴെയും നമുക്ക് 0.2 അല്ലേ, മുകളിലും താഴെയും നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 21 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, ശരിയല്ലേ? 21 ഡിവൈഡ് ബൈ 2. അപ്പോൾ R ഇസ് ഈക്വൽ ടു 21/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 10.5. 10.5 -10 എന്ന് കിട്ടും, ശരിയല്ലേ? ഈ 10 അങ്ങോട്ടേക്ക് പോയാൽ -10 കിട്ടും. അപ്പോൾ R ഇസ് ഈക്വൽ ടു 0.5 ohm. 0.5 ohm. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 43 ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ 44. The current carrying loop square loop is placed near uniformly long current carrying wire as shown in figure. The torque acting on the loopers. ഇത് കാണുമ്പോൾ എന്തോ വലിയ കാര്യം എന്നായിരിക്കും, പക്ഷേ ഇതിന് ആൻസർ 0 ആണ്. ബിക്കോസ് നമുക്ക് ഒരു സ്ക്വയർ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ
which will act as a dipole. Every current carrying loop will act as a dipole. അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക ആ സ്ക്വയർ ലൂപ്പ് ഉള്ള പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. സോ the direction of dipole moment is always perpendicular to the plane of the loop. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഡൈപോൾ മൊമെൻറ്റ് ഒന്നുകിൽ ഉള്ളിലേക്കാവാം അല്ലെങ്കിൽ പുറത്തേക്കാവാം. ഇവിടെ ഇപ്പോൾ അത് പുറത്തേക്കാണ് വരിക, കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ചെയ്യും. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഡൈപോൾ മൊമെൻറ്റ് ഔട്ട് സൈഡാണ് വരിക. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ആ ലൂപ്പ് നിൽക്കുന്നത് ഏത് പ്ലെയിനിലാണോ അതേ പ്ലെയിനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെങ്കിൽ തീറ്റ, അതായത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ് ഡൈപോൾ മൊമെൻറ്റ്. ആ പ്ലെയിനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ പ്ലെയിനിലുള്ള മാഗ്നറ്റിക് ഫീൽഡും പ്ലെയിനിന് പെർപെൻഡിക്കുലറായ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷനും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ ടോർക്ക് മാക്സിമം ആയിരിക്കും, കാരണം എം ബി സൈൻ തീറ്റ അല്ലേ ടോർക്ക് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഒരു ലൂപ്പിൽ ടോർക്ക് മാക്സിമം ആണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഒന്നുകിൽ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ്, അങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. അങ്ങനെയെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും ഒരേപോലെ വരും. അതായത് ഡൈപോൾ മൊമെൻറ്റ് ഓൾറെഡി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. അപ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ള ആംഗിൾ തീറ്റ വിൽ ബി 0 വരും. തീറ്റ 0 ആണെങ്കിൽ സൈൻ 0 ആവും. അപ്പോൾ ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നോക്ക്, ഈ കണ്ടക്ടറിൽ അപ്വേർഡ് കറണ്ട് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് തമ്പ് ഇവിടെ വെച്ചിട്ട് ബാക്കി ഫിംഗേഴ്സ് നമ്മൾ കേൾ ചെയ്യുമ്പോൾ ഈ ലൂപ്പിൻ്റെ അകത്തേക്കാണ് നമ്മൾ കേളിങ് വരിക. ജസ്റ്റ് ഒന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് ഇവിടെ വെച്ചിട്ട് റെസ്റ്റ് ഫിംഗേഴ്സ് കേൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്തേക്കാണ് കേളിങ് വരിക. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനാണ് വരിക. So magnetic field into the plane, magnetic field is perpendicular to the plane, and dipole moment in the direction is also perpendicular to the plane. So angle between magnetic field and dipole moment is 0. So torque will be 0. That is question number 44. Option 4 is the right answer. 45. LCR circuit series voltmeter across the resistance, ammeter, voltmeter across resistance and അമ്മീറ്റർ റീഡിങ്സ് ആണ്. ഓക്കെ, ഇത് 400 വോൾട്ട് ആണ്, ഇതും 400 വോൾട്ട് ആണ്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ അക്രോസും കപ്പാസിറ്ററിൻ്റെ അക്രോസും ഒരേ വോൾട്ടേജ് ആണ്. സോ ദ സർക്യൂട്ട് ഇസ് അണ്ടർ റെസണൻസ്. സർക്യൂട്ട് റെസണൻസിലാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ്. ശരിയല്ലേ? അപ്പോൾ അവിടെ ഒന്നും പറയാതെ വെറും വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പറയുന്നൊക്കെ RMS വോൾട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജ് 100 ആണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും 100 ആയിരിക്കും. കാരണം നമ്മൾ ഇക്വേഷൻ വൈസ് എഴുതുമ്പോൾ V is equal to root of VR square plus VL minus VC the whole square. ഈ ടേം 0 ആയി പോകും. അപ്പോൾ V is equal to root of VR square, V is equal to VR itself. അപ്പോൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഇസ് 100 itself വരും. ഓക്കെ, എല്ലാത്തിലും 100 ആണ് ഓപ്ഷൻ. ഇനി കറണ്ട് വേണം. കറണ്ട് ഇസ് ഈക്വൽ ടു RMS കറണ്ട് ആണ്. കാരണം ഒന്നും പറയാതെ കറണ്ട് എന്ന് പറഞ്ഞാൽ RMS കറണ്ട് ആണ്. അമ്മീറ്റർ റീഡ് ചെയ്യുക RMS കറണ്ട് ആണ്. AC-യിൽ അമ്മീറ്റർ റീഡ് ചെയ്യുക RMS കറണ്ട് ആണ്. അപ്പോൾ കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. കാരണം അവിടെ ഇമ്പിഡൻസ് റെസിസ്റ്റൻസ് ആണ്. LCR സർക്യൂട്ട് റെസണൻസിലാകുമ്പോൾ ഇമ്പിഡൻസ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ വോൾട്ടേജ് 100 ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 50 ആണ്. 0 ക്യാൻസൽ ചെയ്തു. 10 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ആംപിയർ. അപ്പോൾ 2 ആംപിയർ ആണ് കറണ്ട് വരിക, വോൾട്ടേജ് വരിക. റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 100 വരും. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 45, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 46. An object is placed 21 centimeter in front of a concave mirror of radius of curvature 10 centimeter. അപ്പോൾ ഇതൊരു concave mirror. R is equal to 10. A glass of thickness 3 centimeter and refractive index 3/2 is placed very close to the mirror. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. The space between the object and the mirror, the refractive index 3/2 is placed close to the mirror in the space between object and okay. അപ്പോൾ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഒബ്ജക്റ്റിൻ്റെയും മിററിൻ്റെയും ഇടയിലാണ് ആ സ്ലാബ് വെച്ചത്. റെഡി? The distance of nearer surface of the slab from the mirror is 1 centimeter. This is 1 centimeter. Find the position of the final image and object is placed to 21 centimeter. അപ്പോൾ ഈ ഡിസ്റ്റൻസ് തിക്നെസ് എത്ര ഹൗസിൽ പറഞ്ഞത് 3 centimeter അല്ലേ? 3 centimeter. അപ്പം ഈ ഡിസ്റ്റൻസ് എത്ര വരും? 4 വരും. 21 ടോട്ടൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 21 ആണ്. അപ്പോൾ 21 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 19 വരും. 90 ശരിയല്ലേ? അപ്പം ഈ സ്ലാബ് കാരണം ഒരു ഷിഫ്റ്റ് അവിടെ ഉണ്ടാവും. നമ്മളതിനെ നോർമൽ ഷിഫ്റ്റ് എന്ന് പറയും. നോർമൽ ഷിഫ്റ്റ് സ്ലാബ് കാരണമുള്ള നോർമൽ ഷിഫ്റ്റ് X is equal to
തിക്നെസ് ഇൻറ്റു 1 മൈനസ് 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സ്ലാബ് കാരണമുള്ള ഷിഫ്റ്റ് ഓഫ് ലൈറ്റ് റൈസ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഷിഫ്റ്റ്, അതായത് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റിൽ നിന്ന് സംഭവിക്കുന്ന ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു തിക്നെസ് 3 ആണ് ഇൻറ്റു 1 മൈനസ് 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2. അപ്പോൾ 3/2 2 മുകളിലേക്ക് വരും. അപ്പോൾ 2/3 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 മൈനസ് 2 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഇസ് 1/3. അപ്പോൾ ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഷിഫ്റ്റ് 1 സെൻറ്റിമീറ്റർ ആയി, ശരിയല്ലേ? അപ്പോൾ ഷിഫ്റ്റ് 1 സെൻറ്റിമീറ്റർ ആയെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ അല്ല ഉണ്ടാവുക, കുറച്ചും കൂടെ അടുത്തേക്കാണ് ഉണ്ടാവുക. ബിക്കോസ് ഓഫ് ഇതിലൂടെ ലൈറ്റ് കടന്നു പോകുന്നത് കാരണം, ഈ സ്ലാബിലൂടെ ലൈറ്റ് കടന്നു പോകുന്നത് കാരണം ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും. ഒബ്ജക്റ്റ് ഒരു അല്പം മുന്നോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒബ്ജക്റ്റ് മുന്നോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ടോട്ടൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഈ ഡാറ്റൻ്റെ ഒന്നും ആവശ്യമില്ല, ടോട്ടൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 21 ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഷിഫ്റ്റ് ചെയ്തത് കാരണം ഇനി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 20 ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മൈനസ് അല്ലേ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു -20 ആൻഡ് ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ 10 ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് ഇസ് 5. അങ്ങനെയെങ്കിൽ പൊസിഷൻ ഓഫ് ദി ഇമേജ് 1/f ഈസ് 5, കോൺകേവ് ആയതുകൊണ്ട് -5 ഇസ് ഈക്വൽ ടു 1/u -20 പ്ലസ് 1/v. ഈ ടേം ഇങ്ങോട്ടേക്ക് ഇട്ടാൽ 1/-5 പ്ലസ് 1/20 ഈസ് ഈക്വൽ ടു 1/v. അടുത്ത ഷീറ്റിലേക്ക് എഴുതാം. സോ 1/-5 പ്ലസ് 1/20 അല്ലേ, പ്ലസ് 1/20 ഈസ് ഈക്വൽ ടു 1/v. അതിന് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 1/20 മൈനസ് 1/5 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 20 ഓർ v ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 3 സെൻറ്റിമീറ്റർ മൈനസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇമേജ് -20/3 ഡിസ്റ്റൻസിൽ എന്ന് പറഞ്ഞാൽ ഇമേജ് ഒബ്ജക്റ്റ് വെച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇമേജ് ഉണ്ടാവുന്നതും ഈ സ്ലാബിലൂടെ ലൈറ്റ് കടന്നു പോയതിന് ശേഷമാണ്. അപ്പോൾ അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നതെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, 20/3 പ്ലസ് ആ ഷിഫ്റ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചില്ല, സെയിം സംഭവം തന്നെ 20/3 പ്ലസ് 1 വരും. അപ്പോൾ 1 നമുക്ക് എന്ത് ചെയ്യാം, 20/3 പ്ലസ് 3/3 എന്ന് എഴുതാം. ദാറ്റ് ഇസ് 23 ഡിവൈഡഡ് ബൈ 3. 21/3 ആണെങ്കിൽ 7 വരും. അപ്പോൾ 23/3 ആയതുകൊണ്ട് 7.something. അപ്പോൾ 7.something ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ആ മൈനസ് ഞാൻ എഴുതാത്തത് എന്തുകൊണ്ട് വെച്ചാൽ ആ മൈനസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒബ്ജക്റ്റ് വെച്ച് അതേ സ്ഥലത്ത് തന്നെയാണ് ഇമേജ് ഉണ്ടാവുന്നത് തന്നെയാണ്. നെക്സ്റ്റ് 47. In a double slit experiment, wavelength is 405 nanometer. The separation of slit is 20 micrometer and slit width is 4 micrometer. The number of bright fringes within the central peak of diffraction envelope. നല്ല കൺസെപ്റ്റുള്ള ക്വസ്റ്റൻ ആണ്. ഞാൻ NCERT-യിലുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് പറയാം, മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ആക്ച്വലി ഈ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റും ഈ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റും തമ്മിലുള്ള ഇൻ്റർഫറൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ഡയഗ്രാംസ് വരയ്ക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒന്നാമത്തെ സ്ലിറ്റ് ഉണ്ടല്ലോ, അതൊരു സിംഗിൾ സ്ലിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അതിനൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും. ഈ സ്ലിറ്റ് കണ്ടോ, അതൊരു സിംഗിൾ സ്ലിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അതിനൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും. പിന്നെ ഈ രണ്ട് സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റുകളുടെ ഇൻ്റർഫറൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഒക്കെ റിസൾട്ടൻ്റാണ് നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ ഒക്കെ എൻവലപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ NCERT-യിൽ ഒരു ഡയഗ്രം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. നമുക്ക് കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺ ഇല്ലേ, ഈ ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക് അങ്ങനെ അത് കുറഞ്ഞു വരും. അതായത് നമ്മൾ ശരിക്കും പഠിക്കുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി യൂണിഫോം ആണെന്നാണ്. പക്ഷേ അത് അങ്ങനെ യൂണിഫോം ആണ് നമ്മൾ എടുക്കുന്നത് വിത്തൗട്ട് കൺസിഡറിങ് ദ ഡിഫ്രാക്ഷൻ എഫക്റ്റ് ഓഫ് ദീസ് ടു സിംഗിൾ സ്ലിറ്റ്. ഈ രണ്ട് സിംഗിൾ സ്ലിറ്റുകളുടെ ഡിഫ്രാക്ഷൻ എഫക്റ്റ് പരിഗണിക്കാതെയാണ് നമ്മൾ യൂണിഫോം ഇൻറ്റൻസിറ്റിയാണ് എല്ലാ ബ്രൈറ്റ്നസിനും നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എഫക്റ്റും കൂടെ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ, ഈ സ്ലിറ്റുകളുടെ ഇൻഡിവിജ്വൽ ഡിഫ്രാക്ഷനും കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺ, കിട്ടുന്ന ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി രണ്ട് വശങ്ങളിലേക്കായിട്ട് കുറഞ്ഞു വരും. അപ്പം ആ ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് സിമിലർ ടു സെൻട്രൽ മാക്സിമം ഓഫ് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. അപ്പോൾ ആ എൻവലപ്പിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ സെൻട്രൽ മാക്സിമക്കുള്ളിൽ ഇൻ്റർഫറൻസിൻ്റെ കുറേ ബ്രൈറ്റുകൾ ഉണ്ടാവും. അതിൻ്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല, അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇത് വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഓഫ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. അതിൻ്റെ ഉള്ളിൽ എത്ര
ഇൻ്റർഫറൻസിൻ്റെ ബ്രൈറ്റ് വന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ വിടുത്ത് എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ്റെ വിടുത്താണ്. അത് x = 2 λ d/a ആണ്. അപ്പോൾ അതിന് നമുക്ക് 2 × λ 405 × d എന്ന് പറയുന്നത് ക്യാപിറ്റൽ D അതന്നെ അങ്ങനെ തന്നെ ഇതാ കട്ടായി പോകും. ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് സ്ലിറ്റ് സെപ്പറേഷനാണ്. ദാറ്റ് ഈസ് 4 മൈക്രോമീറ്റർ. 4 × 10⁻⁻⁶. ഇവിടെ 405 നാനോമീറ്റർ ആണ്. 10⁻⁻9 ഉണ്ടാവും. ഇതാണ് ഈ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇൻ്റർഫറൻസിൻ്റെ ബാൻഡുകളുണ്ട്. അത് എത്ര ഉണ്ട് എന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഇൻ്റർഫറൻസ് ബാൻഡിൻ്റെ ഒരു വിടുത്തില്ലേ, ആ ഒരു വിടുത്തോണ്ട് ഇൻ്റർഫറൻസിൻ്റെ ഒരു ബാൻഡ് വിടുത്തോണ്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസിന് ഡിവൈഡ് ചെയ്താൽ അതിനുള്ളിൽ എത്ര ഇൻ്റർഫറൻസിൻ്റെ ബാൻഡുകൾ ഉണ്ട് നമുക്ക് കിട്ടും. അപ്പം ഈ സെൻട്രൽ മാക്സിമയുടെ ഡിഫ്രാക്ഷൻ എൻവലപ്പിൻ്റെ സെൻട്രൽ മാക്സിമയുടെ വിടുത്തിനെ ഇൻ്റർഫറൻസിൻ്റെ ബാൻഡ് വിടുത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ബാൻഡ് കിട്ടും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻ്റർഫറൻസിൻ്റെ ബാൻഡ് വിടുത്ത് λ d/d ആണ്. λ d/d. അപ്പോൾ λ 405 × d ഇൻറ്റു നാനോമീറ്ററിലേക്ക് മാറ്റാൻ 10⁻⁻9 ഹോൾ ഡിവൈഡഡ് ബൈ സ്ലിറ്റ് സെപ്പറേഷൻ ഇസ് 20 മൈക്രോമീറ്റർ. 20 × 10⁻⁻6. അപ്പോൾ നമ്മൾ -9 കട്ടായി, d കട്ടായി, 405 കട്ടായി, 10⁻⁻6 കട്ടായി. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 1/20. അപ്പോൾ 2/4 × 20. അപ്പം ഇവിടെ 5 വരും. സോ 5 × 2 നമുക്ക് 10 ബാൻഡ്സ് കിട്ടും. അതിനുള്ളിൽ 10 ബാൻഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 10 ബ്രൈറ്റുകൾ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതിനുള്ളിൽ എത്ര ബ്രൈറ്റ് ഉണ്ട് എന്നറിയാൻ ഈ ഡിഫ്രാക്ഷൻ്റെ സെൻട്രൽ മാക്സിമയുടെ വിടുത്തിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻ്റർഫറൻസിൻ്റെ ബാൻഡ് വിടുത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ബാൻഡ് ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഇക്വേഷൻ രണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. സെൻട്രൽ മാക്സിമയുടെ വിടുത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഡിവൈഡഡ് ബൈ ബാൻഡ് വിടുത്ത് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര ബീറ്റ് ഉണ്ടെന്ന് കിട്ടും. ആ നമ്പറാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ആ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷൻ ഒന്ന് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതൊരു നോർമൽ അല്ല, നല്ല നിലവാരത്തിലുള്ളൊരു ചോദ്യമാണ്. ബട്ട് ഇറ്റ് ഈസ് ഫ്രം NCERT itself. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, 49th one. ഹൗ ഡസ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വാരീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് മാസ് നമ്പർ. വൈ ആക്സിസിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ മാസ് നമ്പർ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തമ്മിലുള്ള വേരിയേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചൊരു ഗ്രാഫാണ്. ഇങ്ങനെ പോയിട്ട് 1-2 എക്സെപ്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങനെ മാക്സിമം അയൺ വരും. മാസ് നമ്പർ 56. അയണാണ് ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത്. അയൺ ന്യൂക്ലിയാണ് ഏറ്റവും സ്റ്റേബിൾ ആയ ന്യൂക്ലിയെ. പിന്നെ അതിങ്ങനെ കുറഞ്ഞു സ്റ്റേബിൾ ന്യൂക്ലിയെ നമ്മൾ ക്രൈറ്റീരിയ എടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ എടുത്തത് NCERT പ്രകാരം മാസ് നമ്പർ 13ൻ്റെയും 170ൻ്റെയും ഇടയിലുള്ള ന്യൂക്ലിയസുകളാണ് സ്റ്റേബിൾ ന്യൂക്ലിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നെ ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താ ആൻസർ വരിക? എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് ഡിക്രീസസ് then decreases with increase in mass number. ആദ്യം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓപ്ഷൻ 3 is the right answer. Question number 49, option 3 is the right answer. Question number 50. The probability of electron to found in the conduction band of an intrinsic semiconductor at finite temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഇൻ എ ഫൈനൈറ്റ് ടെമ്പറേച്ചർ എങ്ങനെ വരിക? പ്രോബബിലിറ്റി ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ഇൻക്രീസ് ഇൻ ബാൻഡ് ഗ്യാപ്പ്. ബാൻഡ് ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച്, ബാൻഡ് ഗ്യാപ്പ് കൂടാന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ബാൻഡ് ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ എത്താനുള്ള പോസിബിലിറ്റി കുറയുക ചെയ്യുക, പ്രോബബിലിറ്റി കുറയുക ചെയ്യുക. അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി സാധ്യത ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. അതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് എക്സ്പോണൻഷ്യലി കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യത കുറയുന്നു. സോ ദാറ്റ് ഈസ് option 1 is the right answer. Question number 50, option 1 is the right answer. So that is the end of the discussion. വളരെ നിലവാരം പുലർത്തുന്ന വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നാണ്
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാർക്ക് ഒരല്പം കുറഞ്ഞു പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടുമേ വിഷമിക്കേണ്ട. ഇതിൽ നിങ്ങൾ എന്തൊക്കെ കൺസെപ്റ്റ് പുതിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ അതങ്ങ് പഠിച്ചേക്കുക. വരും എക്സാമുകളിലേക്ക് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നീറ്റ് എക്സാമിന് അത് ഉപകാരപ്പെടും. സോ ഇറ്റ്സ് മീ JB ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.